ക്ലബ് FM സ്റ്റാർ ജാമിന്റെ സമയം. ശാലിനിയാണ്. ബാക്ക്ഗ്രൗണ്ടിൽ ഒരു പാട്ട് കേൾക്കുന്നുണ്ടോ? പുലിമുരുകനിലെ ഈ പാട്ടിനെ വാഴ്ത്തി പാടിക്കൊണ്ടാണ് 2016 മലയാളികൾ വിട പറഞ്ഞത്. ഇപ്പൊ 2017 തീർന്നപ്പോഴേ പലരും പാടി നടന്ന പാട്ടാണ് നമ്മുടെ സ്വന്തം കോഴിക്കോട് പാട്ട്. ഈ രണ്ട് പാട്ടുകളുടെയും സൃഷ്ടാവാണ് ഇന്ന് ക്ലബ് FM സ്റ്റാർ ജാമിലെ എന്റെ കൂടെ. ആളുടെ പേര് ഗോപി സുന്ദർ. ഇത്രയും വലിയ കാര്യമായിട്ട് മലയാളികൾ ഏറ്റുപാടിയ ഒരു പാട്ടിനെ കുറിച്ചൊക്കെ ഞാൻ പറയുമ്പോൾ ഗോപി സുന്ദർ എന്നാണ് പറയണ്ടേ? ഗോപി സുന്ദർ സ്വന്തം പേരിങ്ങനെ അനൗൺസ്മെന്റ് പോലെ പറയാ. ഇവിടെ സ്റ്റാർ ജാം തുടങ്ങുന്നതിന് മുമ്പ് എന്നോട് പറയുകയും ചെയ്തു, അറിയാലോ ഞാനിങ്ങനെ പതുക്കെയൊക്കെ സംസാരിക്കുന്ന ആളാണ്. സത്യം പറയൂ, ശരിക്കും നിങ്ങൾ ഇങ്ങനെ തന്നെയാണോ? ശരിക്കും ഞാൻ ഇങ്ങനെ തന്നെയാണ് ലൈഫിൽ. പക്ഷെ സ്റ്റേജിൽ കയറുമ്പോൾ പെർഫോമിങ്ങിലോട്ട് എത്തുമ്പോൾ അതിന്റെ രീതിയിൽ നമ്മൾ അഗ്രസീവ് ആവും, ഓവർ എന്താ പറയാ enthusiastic ആവും, ആളുകളെ എൻജോയ് ചെയ്യിപ്പിക്കണം എന്നുള്ളൊരു രീതിയിലോട്ട് വരും. ലാലേട്ടൻ റിയൽ ലൈഫിലുള്ള ലാലേട്ടനും സിനിമയിൽ അഭിനയിക്കുന്ന ലാലേട്ടൻ നമ്മൾ ഒരുപാട് വ്യത്യാസമുണ്ട്. എന്ന് പറഞ്ഞാൽ റിയൽ ലൈഫിൽ നമ്മളിങ്ങനെയാണ്, നമ്മളിങ്ങനെ പതിഞ്ഞൊക്കെ സംസാരിക്കുന്ന ഒരു പാവം ഗോപി സുന്ദറാണ് ഇവിടെ. ചോദിച്ച് എന്നെ വേണം തല്ലാനാണ് മോറൽ ഓഫ് ദ സ്റ്റോറി. പക്ഷേ ഗോപിച്ചേട്ടൻ ഏത് പാട്ടുണ്ടാക്കിയാലും അതിനൊരു മിനിമം ഗ്യാരണ്ടി എല്ലാവരും പറയണത് കേട്ടോ. എന്താ ഒരു സീക്രട്ട് ഇൻഗ്രീഡിയന്റ് എന്തെങ്കിലും ഉണ്ടോ പാട്ടുണ്ടാക്കുമ്പോൾ? അങ്ങനെയൊന്നുമില്ല. പിന്നെ കോമൺ സെൻസ് എന്നുള്ളൊരു സംഭവമുണ്ട്. നമ്മളെ യൂത്ത് എന്താണ് ചിന്തിക്കുന്നതെന്നും യൂത്ത് എന്താണ് കേട്ടുകൊണ്ടിരിക്കുന്നതൊക്കെ നമുക്ക് അറിഞ്ഞിരിക്കണം. പേഴ്സണലി ഏത് ജോണർ ഓഫ് മ്യൂസിക് ഉണ്ടാക്കാൻ ഇഷ്ടം? എനിക്ക് മെലഡീസ് കൂടുതൽ താല്പര്യം. സ്വഭാവമായിട്ട് ഇഴുകി ചേർന്ന് പോകുന്ന അതുകൊണ്ട് മാത്രമല്ല എനിക്ക് എല്ലാ രസങ്ങളും ഉള്ള ആളാണ്. രൗദ്രഭാവമുണ്ട്, എല്ലാ മനുഷ്യരും പോലെ എല്ലാം ഉണ്ട്. അപ്പൊ മനുഷ്യന്മാരെ കൂടുതൽ കണ്ടിട്ടില്ല എന്ന് മാത്രമേ ഈ രൗദ്രഭാവം ഒന്നുമില്ല. ഇല്ല, അത് കാണിക്കാൻ നമ്മൾ താല്പര്യപ്പെടില്ലല്ലോ. വളരെ ഈസി ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു കാര്യമാണ് മെലഡി സോങ്സ് എന്നെ സംബന്ധിച്ചിടത്തോളം. പക്ഷെ ഒരു ഫാസ്റ്റ് നമ്പർ ചെയ്യുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഒരു സോങ് ഹിറ്റ് ആവാനുള്ള മെയിൻ റീസൺ അതിനുള്ള കോൺസെപ്റ്റ് ആണ്. നമ്മൾ പാടുമ്പോൾ ഏതൊരു ലിറിസിസ്റ്റ് ആയാലും ആദ്യം ഇത് കേൾക്കുമ്പോൾ ഇതെന്തത് പ്രാന്തായവനെന്ന് ആദ്യം ചോദിക്കുക. അതിനുശേഷം ഞാൻ പറയും ചേട്ടാ ഇങ്ങനെ എഴുതണം, ഇങ്ങനെ ഒരു മൂഡിലൊരു സംഭവം നമുക്ക് എഴുതണം എന്ന് പറയുമ്പോൾ ഇതൊന്നും മലയാളത്തിന് പറ്റിയ ട്യൂണൊന്നുമല്ല. താമസമെന്തേ വരുവാൻ അങ്ങനെയുള്ള പാട്ടൊക്കെ മലയാളത്തിന് ചേരുള്ളൂ. ഇങ്ങനെ ഇതെന്ത് ABCD ഇങ്ങനെ വാക്കുകൾ നിരത്തി ഇങ്ങനെ താരി തൂരു എന്നൊന്നും എഴുതാൻ പറ്റൂല എന്നൊക്കെ പലരും ചിന്തിക്കും. അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ ഒരുപാട് പേര്. പക്ഷെ ഇപ്പൊ എനിക്ക് എന്തായാലും വെള്ളത്തിൽ വീണു, ഇനിയിപ്പോ നീന്തി രക്ഷപ്പെട്ട് കരക്കെത്തിയേ പറ്റൂ. എന്റെ മനസ്സിൽ വന്ന ഐഡിയ ആണ് പപ്പാ ഭരണം വേണ്ടപ്പ, പപ്പാ ഭരണം വേണ്ടപ്പ, ഇത് ന്യൂയോർക്ക് ലൈഫ് വേണ്ടപ്പ. ഇപ്പൊ ഈ പറഞ്ഞ കോഴിക്കോട് സോങ് ഉണ്ടല്ലോ, ഇപ്പൊ റീസെന്റ് ആയിട്ട് ഹിറ്റ് ആയിരിക്കണേ. സത്യം പറഞ്ഞാൽ റീസെന്റ് എന്ന് പറയാൻ പറ്റില്ല, കാരണം അതിനുശേഷം ഇറങ്ങിയ വിമാനത്തിലെയും പാട്ട് ഹിറ്റ് ആയിരുന്നു. കൈ വെച്ചാ ഹിറ്റ്, അതുകൊണ്ട് കൂടുതലൊന്നും പറയില്ല. എന്നാലും കോഴിക്കോട് പിടിക്കാം. കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ക്ലബ് FM സംബന്ധിച്ചിടത്തോളം കുറച്ച് സന്തോഷമുള്ള മാസമാണ് കേട്ടോ. ക്ലബ് FM കോഴിക്കോട് സ്റ്റേഷൻ ലോഞ്ച് ചെയ്യാൻ പോവാ. ആ കൃത്യ സമയത്ത് തന്നെയാണ് ക്ലബ് FM കൂടി വേണ്ടിയായിട്ടെന്ന് വേണമെങ്കിൽ നമുക്കും കൂടി പറയാമല്ലോ. കോഴിക്കോട് പാട്ട് ഇറങ്ങിയിരിക്കണേ. എങ്ങനെ പാട്ടിലേക്ക് എത്തിയ ഗൂഢാലോചന എന്ന സിനിമയുടെ ഭാഗമായിട്ട് വന്നൊരു പാട്ടാണ്. ആ പടത്തിലെ ഒരു ടൈറ്റിൽ സോങ് വേണമെന്ന് ഡയറക്ടർ പറഞ്ഞപ്പോൾ അതിൽ കോഴിക്കോട് ഏരിയയിലാണ് ഈ കഥ നടക്കുന്നത്. അപ്പൊ എനിക്ക് മനസ്സിൽ തോന്നുന്നൊരു ഐഡിയ ആണ്, എന്തുകൊണ്ട് നമുക്ക് കോഴിക്കോട് എന്ന് പറഞ്ഞൊരു പാട്ട് ഉണ്ടാക്കിക്കൂടാന്ന് തോന്നി. ആ വിഷ്വൽസ് കണ്ടപ്പോ കോഴിക്കോട് കോഴിക്കോട് ഇങ്ങനെ പാടി. വേറെ ഏതൊരു പാട്ട് ചെയ്തുകൊണ്ട് ഹരി അവിടെ വന്നപ്പെട്ടായിരുന്നു. അപ്പൊ ഞാൻ ഹരിയോട് പറഞ്ഞു, ഹരി ഇങ്ങനെ ഒരു കോഴിക്കോട് കോഴിക്കോട് ഇങ്ങനെ എൻഡ് ചെയ്യണ പോലെ ഒരു പാട്ട് വേണം. അപ്പോൾ തന്നെ പുള്ളി എഴുതി തന്നാണ് കൽബിൽ തേനൊഴുകണ കോഴിക്കോട്. ആ സമയത്ത് അപ്പോൾ നോക്കിയപ്പോൾ വേറൊരു ഹമ്മിങ് പാടാൻ വേണ്ടി അഭയ ഹിരൺമയി ഇവിടെ ഉണ്ടായിരുന്നു. അവർ വോയിസ് വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള വോയിസ് ആണ്. അപ്പൊ അങ്ങനെ അഭയുടെ വോയിസ് ഉപയോഗിക്കാന്ന് വിചാരിച്ചു. അവള് പെട്ടെന്ന് പാടിത്തന്നു. എല്ലാം കൂടി ഒരു 1 മണിക്കൂറിനുള്ളിൽ പാട്ട് മുഴുവൻ വൈൻഡപ്പായി. എല്ലാ പാട്ടും അങ്ങനെയാണ് ഉണ്ടാവുന്നത്, എല്ലാം ഇങ്ങനെ ഫാസ്റ്റ് ആയിട്ട് ഉണ്ടാവുന്നത്. അത് പാട്ട് കേട്ട് കഴിഞ്ഞിട്ട് യൂട്യൂബിൽ ചില കമന്റ്സുകൾ ഞങ്ങൾ വായിച്ചു നോക്കി. അപ്പൊ ഒരാളെ എഴുതിയിരിക്കുകയാണ്, ആദ്യമായിട്ടാണ് ഒരു പാട്ട് കേട്ടിട്ട് കസേരന്ന് എണീറ്റ് നിന്നത് നാഷണൽ ആന്തം പോലെ എണീറ്റ് നിന്നിട്ട് ആ പാട്ട് കേട്ടിട്ട് ബഹുമാനം കൊണ്ട് ആ പാട്ട് കേട്ടിട്ട് പിന്നെ പാട്ട് കഴിഞ്ഞപ്പോ ചേർലിരുന്നു എന്ന് പറഞ്ഞു. കേൾക്കാലോ. This is Club FM Star Jam. ഇവിടെ മാത്രം ടൺ കണക്കിന് ഫൺ. ഇന്നത്തെ ഗസ്റ്റിനെ ഞാൻ എപ്പോ കാണുമ്പോഴും ഓരോരോ ലുക്കിലാണ്, ഓരോരോ കോലത്തിലാണ്. ആദ്യമായിട്ട് ഞാൻ കാണുമ്പോൾ മുടി മുകളിലേക്ക് നീട്ടി താടിയൊക്കെ വളർത്തിയ ഒരു സ്റ്റൈലായിരുന്നു. പിന്നെ നമ്മൾ 1-2 തവണ ഏതൊക്കെ പാർട്ടിക്ക് കണ്ടപ്പോൾ വേറെ സ്റ്റൈലായിരുന്നു. ഇപ്പൊ കാണുമ്പോൾ അയ്യോ പാവൻ ലുക്കില് ഒരു പാവം. ഇതെന്തെങ്കിലും സ്റ്റൈൽ ഇടയ്ക്ക് മാറ്റിക്കൊണ്ടിരിക്കുക. സ്വയം കാണുമ്പോൾ ബോറടിക്കോ? സ്വയം കാണുമ്പോൾ ബോറടിക്കല്ലോ, എല്ലാവർക്കും ബോറടിക്കല്ലോ. എത്ര നാൾ ഇങ്ങനെ കണ്ടോണ്ടിരിക്കും, അപ്പൊ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുക. എത്ര നാൾ കൂടുമ്പോൾ സ്റ്റൈൽ മാറ്റും? മാക്സിമം 2-3 months ഒരു സ്റ്റൈൽ, അത് കഴിയുമ്പോൾ മാറും. കംപ്ലീറ്റ് മേക്ക് ഓവറാണ്. കംപ്ലീറ്റ് മേക്ക് ഓവർ. ഗോപി സുന്ദർ, അതാണ് ഈ സംഗീത സംവിധായകന്റെ പേര്. ക്ലബ് FM സ്റ്റാർ ജാമിന്റെ ഇന്നത്തെ ഗസ്റ്റ് ഗോപി സുന്ദർ.
ഗോപി സുന്ദരനാന്ന് ആദ്യമായിട്ട് പറഞ്ഞ ആരാ? ഗോപി സുന്ദരനാന്ന് ആദ്യമായിട്ട് പറഞ്ഞ എന്റെ സാറാണ്. ഏത് സാറ്? കെമിസ്ട്രി സാർ. കെമിസ്ട്രി സാറായിരിക്കും. കെമിസ്ട്രി സാറിനെ കുറിച്ച് കുറെ കഥകളുണ്ട്, അതുകൊണ്ടാ. എന്താ പറഞ്ഞേ? പുള്ളിക്കാരൻ ആദ്യം എന്നെ കണ്ടപ്പോ ഞാൻ അത്യാവശ്യം കാണാനൊക്കെ നല്ല ഒരു പഠിക്കുന്ന കുട്ടിയുടെ പോലെയൊക്കെ തോന്നി കാണുക. അദ്ദേഹം ഞാൻ പഠിക്കുന്ന കുട്ടിയാണെങ്കിൽ വിശ്വസിച്ചു. പാവം മാർക്ക് വന്നപ്പോ അദ്ദേഹം മനസ്സിലായി വെറും ലുക്ക് മാത്രമേ ഉള്ളൂ, ഒന്നിനും കൊള്ളില്ല, പഠിക്കുമല്ലോ, ഒന്നും ചെയ്യില്ല പറഞ്ഞ് മനസ്സിലായി. ശരി, ആദ്യം പറഞ്ഞ കെമിസ്ട്രി സാർ ഏറ്റവും കൂടുതൽ തവണ പറഞ്ഞാരാ? നമ്മളിത് ഒരാൾ വന്നിട്ട് നമ്മൾ സുന്ദരനാന്ന് പറയുമ്പോൾ ആക്ച്വലി വളിപ്പാന്ന് പറയും. എല്ലാം സത്യം പറയല്ലോ, ചിലരല്ലേ യോ വെരി ഹാൻസം മാൻ എന്ന് പറയില്ലേ? അങ്ങനെ പറഞ്ഞു എന്റെ അമ്മ പറയാം എന്റെ അടുത്ത്, മോൻ ഭയങ്കര സുന്ദരനായിട്ടോ അത്രേ ഉള്ളൂ. വേറെ പറഞ്ഞിട്ടുണ്ടല്ലോ, ഒരുപാട് പരിചയമുള്ള നല്ല ഭംഗിയുള്ള പെൺകുട്ടികളൊക്കെ എന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. അതല്ലേ വേണ്ട ഇപ്പൊ നിങ്ങക്ക് പുറത്ത് എന്നൊന്നും ഞാൻ പറഞ്ഞില്ല, ഞാൻ തന്നെ ഒരു 4-5 പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് എന്നേക്കാൾ കൂടുതലായിരിക്കും പറഞ്ഞിട്ടുണ്ടോ? ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട്. ഏറ്റവും ലാസ്റ്റ് ആയിട്ട് പറഞ്ഞാരാ? സുന്ദരനാണ്. മക്ബൂൽ പറഞ്ഞു, മുഹമ്മദ് മക്ബൂൽ മൻസൂർ. നമ്മുടെ മൊയ്തീൻ മൗക്കത്തെ പെണ്ണ് ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യം കൂടെ കണ്ടപ്പോ പറഞ്ഞു, നിങ്ങൾ ആള് കേട്ടോ ഗ്ലാമർ കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് പോകും. ഏറ്റവും സ്നേഹത്തോടെ പറഞ്ഞാരാ? ദുരുദ്ദേശപരമല്ലാത്ത രീതിയിൽ പറഞ്ഞത് മക്ബൂൽ തന്നെ. ഭയങ്കര സ്നേഹം. ഇത്രയും സ്നേഹത്തോടെ വേറെ ആരും പറഞ്ഞിട്ടില്ല നിങ്ങൾ കാണാൻ ഭയങ്കര ഗ്ലാമർ ആണല്ലോ എന്ന്. ഇല്ല അങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ടെങ്കിലും പുറത്തൊന്നും അങ്ങനെ ആരും പറയാറില്ല. ഇപ്പൊ ഞാൻ വേറെ ആളെ കണ്ടിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇപ്പൊ ഒരു കുട്ടീനെ കണ്ടു ഭയങ്കര സൗന്ദര്യം തോന്നുന്നു, നമ്മൾ ഉണ്ടായിരിക്കുള്ളൂ, നമ്മൾ പറയൊന്നുമില്ല. സൗന്ദര്യം ഉണ്ടെന്ന് മനസ്സിൽ വിചാരിച്ച് ഇങ്ങനെ ഇരിക്കുക. സൗന്ദര്യം ആസ്വദിച്ച് അങ്ങനെ ഇരിക്കും. ചിലരതിന് വായ്നോട്ടെന്നൊക്കെ പറയും. ബോധമില്ലാത്ത ആൾക്കാരല്ലേ? അതെ പറഞ്ഞേക്കാം, കുഴപ്പമില്ല. നമ്മളൊക്കെ മനുഷ്യരല്ലേ. പിന്നല്ലേ? അല്ല, കോംപ്ലിമെന്റ് ചെയ്യൊന്നുമില്ല. വേറൊരു സുന്ദരനായ ഒരാളെ കാണുമ്പോഴോ സുന്ദരിയായ ഒരു പെൺകുട്ടിനെ കാണുമ്പോഴോ ചെന്നിട്ട് യോ ബ്യൂട്ടിഫുൾ ടോ അല്ലെങ്കിൽ യോ ഹാൻസം ടോ അങ്ങോട്ട് പറയുന്നില്ല. നല്ല ഹാൻസം ആണെങ്കിൽ ഞാൻ പറയാറുണ്ട്. പരിചയം ഇല്ലാത്ത ആളിൽ പോയി നമ്മള് ഭംഗിയുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരായിരിക്കും നമ്മൾ ഹിറ്റ് ചെയ്യാന്നായിരിക്കും. അപ്പൊ അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കണല്ലോ, സീൻ ഉണ്ടാക്കണ്ടല്ലോ എന്ന് വെച്ചാൽ നമ്മളും ഉണ്ടായിരിക്കും. എന്തിനാ വെറുതെ വടി കൊടുത്ത് അടി വാങ്ങിക്കണം? അതെ, വെറുതെ നമ്മളിപ്പോ ബാഡ് ഇമേജ് വേണ്ടല്ലോ എന്ന് വെച്ചാൽ നമ്മളുണ്ടായിരിക്കും. അങ്ങനെ പണി കിട്ടിയിട്ടുണ്ടോ? ഇല്ല അങ്ങനെ പോയിട്ട് അപ്രോച്ച് ചെയ്തിട്ടില്ല ഇതുവരെ. അപ്പൊ ഗോപിചേട്ടൻ ഒരു സൗന്ദര്യാസ്വാദകനാണ്. തീർച്ചയായിട്ടും സൗന്ദര്യാസ്വാദകൻ. അതുകൊണ്ട് തന്നെ എവിടെയെങ്കിലും പബ്ലിക്കായിട്ട് ഏതൊരു ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യുമ്പോഴും ഗോപിചേട്ടന്റെ ഡ്രസ്സിങ് കാണാനായിട്ടിരിക്കും. എനിക്കൊന്ന് മ്യൂസിക് ഡയറക്ടേഴ്സിൽ എല്ലാവരും നോക്കുന്നത് ഗോപി സുന്ദർ എന്താ ഡ്രസ് ചെയ്തിരിക്കണത്. ഇഷ്ടംപോലെ കോട്ടുകളും ഇഷ്ടംപോലെ സൺഗ്ലാസും ഇഷ്ടംപോലെ വാച്ചസ് ഒക്കെ ഉള്ള ആളല്ലേ? വാച്ചസ് ഒന്നും ഇല്ല എനിക്ക്, 2-3 വാച്ചേ ഉള്ളൂ. പിന്നെ കോട്ട് ഞാൻ തയ്പ്പിക്കുന്നതാണ്. നമ്മുടെ വൈറ്റിലയുടെ അടുത്തുള്ള ഒരു വയസ്സായ ഒരു കാർന്നൊരു തയ്ച്ചിരുന്ന കോട്ടാണ് ഇടുന്നത്. ഈ പറഞ്ഞ ഒരു വലിയ ബ്രാൻഡഡ് ഒന്നുമല്ല. കാരണം കോട്ടൂരി കളയാനുള്ളതാണല്ലോ. കോട്ട് ഒരു പ്രാവശ്യം ഞാൻ ഊരിയിട്ടുള്ളൂ, അതിനുശേഷം കോട്ടൂരാന്ന് പേര് വരെ വന്നു എനിക്ക്. സംഗതി എന്താന്നോട് പറഞ്ഞോളൂ. അതൊരിക്കൽ ജാം ഗ്രാബ് എന്നൊരു ഫംഗ്ഷന് എല്ലാ മ്യൂസിക് ഡയറക്ടേഴ്സും കൂടിയുള്ള ഒരു കോഴിക്കോട് നൈറ്റിലൊരു ഷോ ആയിരുന്നു. അതിന് ഷോയിൽ ഞാൻ പാടിക്കൊണ്ടിരുന്നപ്പോൾ ഇങ്ങനെ ഭയങ്കര ആവേശം വന്ന് ഭയങ്കര ഡാൻസ് കളിയൊക്കെ ആയി. പെട്ടെന്ന് എന്റെ വൈറ്റ് കോട്ടായിരുന്നു, പുതിയ കോട്ട്. അത് ഞാൻ വലിച്ചു ഒറ്റ എറിഞ്ഞു. എന്റെ ഫോട്ടോ ഇപ്പോഴും എന്റെ ഫേസ്ബുക്ക് പേജിൽ ഇരിപ്പുണ്ട്. കോട്ട് ഇങ്ങനെ പറന്നു പോകും. അത് അവസാനത്തെ ക്ലിക്കാണ് ആ കോട്ടിന്റെ. പിന്നെ ആ കോട്ട് പിച്ച് ചീന്തി 4-5 കഷ്ണമായിട്ട് ഒരുപാട് ആരാധകർ അത് എടുത്ത് വീട്ടിൽ ഫ്രെയിം ചെയ്ത് വെച്ചുള്ള ഫോട്ടോ ഒക്കെ എനിക്ക് അയച്ചു തന്നു. ആദ്യമായിട്ടും അവസാനമായിട്ടും അന്നാണോ കോട്ടൂരി പെർഫോം ചെയ്യണേ? അല്ല, അതിന് ശേഷം ഞാൻ ഒരു റിയാലിറ്റി ഷോയിൽ ഇതുവരെ കോട്ട് ഊരിയുണ്ട്. പക്ഷെ അന്ന് എനിക്ക് ഉറപ്പായിരുന്നു ആ കോട്ട് എന്തായാലും എനിക്ക് തിരിച്ചു കിട്ടുന്നുള്ളത്. കാര്യം ഓഡിയൻസ് ഒന്നും അവിടെ കയറി കോട്ടൊന്നും കയറി എടുത്തോണ്ടില്ല. ഷൂട്ടിംഗ് ഫ്ലോർ ആയതുകൊണ്ട് കുഴപ്പമില്ല. അപ്പൊ തൊട്ടാണ് കോട്ടൂരാന്ന് ഒരു പേര് വന്നത്. കോട്ടൂരാന്നൊരു പേര് വന്നിട്ടുണ്ട്. ഇനി കോട്ടൂരാന്റെ ശരിക്കുള്ള പേര് പറയാം. ഗോപി സുന്ദർ ക്ലബ് FM സ്റ്റാർ ജാമില് ഇന്നത്തെ ഗസ്റ്റ്. കൂടെ ഞാൻ ശാലിനി. ഇവിടെ മാത്രം ടൺ കണക്കിന് ഫൺ. മലയാള സിനിമ കണ്ട മികച്ച സംഗീത സംവിധായകരിൽ ഒരാളായ ഗോപി സുന്ദർ ക്ലബ് FM സ്റ്റാർ ജാമിലിന്റെ ഗസ്റ്റ് ഞാൻ ശാലിനിയാണ്. ഗോപിചേട്ടൻ 10 വർഷമായില്ലേ ഇപ്പൊ ഫീൽഡിൽ വന്നിട്ട്? ആക്ച്വലി 23 വർഷമായി. അല്ല, 10 വർഷമായില്ലേ പോപ്പുലർ ആയിട്ട്? 10 വർഷം ഇൻഡിപെൻഡന്റ് ആയിട്ട് ചെയ്യാൻ തുടങ്ങിയിട്ട്. പോപ്പുലർ ഒന്നും പറയരുത്. സോറി അളിയാ, ഇൻഡിപെൻഡന്റ് ആയിട്ട് ചെയ്തപ്പോ തൊട്ടല്ലേ പോപ്പുലർ ആയി തുടങ്ങിയത്? ഒബ്വിയസ്ലി അല്ലേ? രക്ഷപ്പെട്ടു. ഞാൻ എങ്ങനെ കൊണ്ടുവന്ന് ലാൻഡ് ചെയ്യുന്ന. ശരി, ഈ റൗണ്ടിന്റെ പേര് AK-47 എന്നാണ് കേട്ടോ. ആയിക്കോട്ടെ. ഗോപിചേട്ടനെ പോലെ തന്നെ പൊഴിഞ്ഞു പോവാതെ ഉദിച്ചു നിൽക്കുന്ന വേറെയും കുറെ ആൾക്കാരുണ്ടല്ലോ ഇൻഡസ്ട്രിയില്. അവർക്കൊക്കെ ഓരോ പാട്ട് അവർക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യാൻ പറഞ്ഞാൽ ഡെഡിക്കേറ്റ് ചെയ്യാൻ പറ്റുമോ? തീർച്ചയായിട്ടും. അങ്ങനെയാണെങ്കിൽ ഈ അടുത്ത് കല്യാണം കഴിഞ്ഞ യുവമിഥുനങ്ങൾ വിരാട് കോഹ്ലിയും അനുഷ്ക ശർമ്മയ്ക്കും പറ്റിയൊരു പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യാൻ പറഞ്ഞാൽ ഏത് പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യും? ആ പാട്ട് കൊടുക്കാം. എന്നാ പാട്ട് പാടുമ്പോ ഇത് എട്ടുന്ന പാട്ട് ഓർമ്മ ഒരു സുഖം അവരെ പറ്റിയൊക്കെ ആലോചിച്ചപ്പോ. അങ്ങനെയാണെങ്കിൽ ഒരു പെൺകുട്ടിയുടെ അച്ഛനായ ഉടനെ തന്നെ ഹിന്ദിയിൽ അരങ്ങേറാൻ പോകുന്ന ഗോപിചേട്ടന്റെ ഫേവറേറ്റ് ദുൽഖർ സൽമാൻ കലി എന്ന് പറഞ്ഞ സിനിമയിലെ ചില്ലുരാന്തൽ വിളക്കേ ചിരിനീ പൊഴിക്കേ എന്നൊരു പാട്ട്. എന്താ വെച്ചാൽ പുള്ളിക്കാരന്റെ പ്രണയിനിയോട് ഉള്ള ഒരു ഫീല് 3rd person പാടുന്ന ഒരു പാട്ടാണത്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു പാട്ട്. ഞാൻ ചെയ്തതിൽ എനിക്ക് ദുൽഖറിനോട് ചെയ്തതിൽ എനിക്ക് വളരെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു പാട്ടാണ്. ഈ അടുത്തൊരു വിവാദം നടക്കുന്നുണ്ട്. ഐശ്വര്യ റായ് അമ്മ എന്ന് പറഞ്ഞിട്ട് മാംഗ്ലൂരിൽ ഒരു പയ്യൻ നടക്കുന്നുണ്ട്, അറിഞ്ഞിരുന്നോ? അറിഞ്ഞു. ആ പയ്യന്റെ ഒരു പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യാൻ പറഞ്ഞ
അപ്പൊ ഞാൻ പെട്ടെന്ന് പറയാൻ ഒരു ദിവസം ഞാൻ അമിതാഭ് ബച്ചന്റെ മോനാണെന്ന് പറഞ്ഞിട്ട് നടന്ന് എങ്ങനെ എനിക്ക് അവന് വേണ്ടി ഒന്നും ഡെഡിക്കേറ്റ് ചെയ്യാൻ തോന്നുന്നില്ല തൽക്കാലം. ഒന്നും ഡെഡിക്കേറ്റ്, അവന് സൈലൻസ് ആണ് നല്ലത്. ഇഗ്നോർ. ശരി, വെയിറ്റ് ഒക്കെ കുറച്ച് സുന്ദരനായിട്ട് എത്തിയ നമ്മുടെ സ്വന്തം ലാലേട്ടൻ. പണ്ട് കാലം തൊട്ട് ലാലേട്ടൻ്റെ ഒരുപാട് സിനിമകൾ കൊച്ചിലോട്ട് ഫോളോ ചെയ്ത് വരുന്ന ഒരു ലാലേട്ടൻ ഫാനാണ് ഞാൻ. അങ്ങനെ വന്ന് എനിക്ക് ലാലേട്ടന് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ ഡെഡിക്കേഷനാണ് പുലിമുരുകനിലെ മുരുക മുരുക പുലി മുരുക ഇനി അമ്പരമുയരണം വേൽ മുരുക. ആ പാട്ട് ഡെഡിക്കേഷൻ. അച്ഛന്റെ പാതയിൽ അംഗത്തിനിറങ്ങാൻ തയ്യാറായിട്ട് നിൽക്കുന്ന പ്രണവ് മോഹൻലാൽ. കളരി വിളക്ക് പാട്ട് കൊടുത്തു. ഇങ്ങനെയൊക്കെ പറഞ്ഞപ്പോ എനിക്ക് പെട്ടെന്ന് ആ പാട്ട് ഓർമ്മ തെളിഞ്ഞതാ. എനിക്ക് പ്രണയനെ ഭയങ്കര ഇഷ്ടമാണ്. അദ്ദേഹത്തിന്റെ ഒരു ലൈഫിനോടുള്ള അപ്രോച്ച്, അദ്ദേഹത്തിന്റെ ഒരു ലൈഫ് സ്റ്റൈൽ ഭയങ്കര ഫ്രീ സ്പിരിറ്റ് ആണ്. ഈസി ഗോയിങ് ആണെന്ന് ഫീൽ ചെയ്യുന്നത്. 14 വർഷത്തിന് ശേഷം നാഷണൽ അവാർഡ് കേരളത്തിലേക്ക് കൊണ്ടുവന്ന സുരഭി ലക്ഷ്മി. ഓ അമേസിങ്. അവർക്ക് വേണ്ടി ഇപ്പൊ നമ്മൾ ഏത് പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യാം? തേനും വയമ്പും നാനാ താനാ വാനമ്പാടി. അങ്ങനെയാണെങ്കിൽ കഴിഞ്ഞ കൊല്ലത്തിന്റെ താരം ഗംഗ അഥവാ വിനായകൻ. ഞാൻ ചെയ്ത പാട്ട് തേച്ചില്ലേ പെണ്ണെ തേച്ചില്ലേ പെണ്ണെ. ആ പാട്ടില് വിനായകൻ ഭയങ്കര ആറ്റിറ്റ്യൂഡാണ്. പുള്ളിക്കാരൻ ആ ഒരു ഗിറ്റാറൊക്കെ പഠിച്ചിട്ടെ ഭയങ്കര ആറ്റിറ്റ്യൂഡാണ്. അതായത് ഫഹദ് പാടുന്നുണ്ടെങ്കിലും ആറ്റിറ്റ്യൂഡ് മുഴുവൻ മറ്റേ പോലെ. വിഷ്വൽ കാണുമ്പോൾ ഞങ്ങളൊക്കെ എന്റെ കൂടെ വർക്ക് ചെയ്ത് എല്ലാവരും കൂടെ ചിരിക്കായിരുന്നു വിനായകന്റെ ആറ്റിറ്റ്യൂഡ് കണ്ടിട്ട്. ഗിറ്റാറൊക്കെ പഠിക്കുമ്പോൾ ശരിക്കും ഇങ്ങനെ നാക്ക് ഇങ്ങനെ പുറത്തോട്ടൊക്കെ ഇട്ടിട്ട് ഭയങ്കര രസമായിരുന്നു കാണാൻ. ഇന്റർനാഷണൽ ലെവലിലുള്ള ചില ബാൻഡ്സിലുള്ളവരൊക്കെ പെർഫോം ചെയ്യുന്നവരാണ് വിനായകനെ ഒറ്റയ്ക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. ബാക്കിയുള്ള എല്ലാവരും ഇങ്ങനെ ഇവിടെ ഗാനമേളയ്ക്ക് വയ്ക്കുന്നവരൊക്കെ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുമ്പോൾ വിനായകൻ മാത്രം അടിച്ച് പൊളിക്കുകയാണ്. ഫുൾ ആറ്റിറ്റ്യൂഡായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. എന്നാ പിന്നെ ലോകസുന്ദരി പട്ടം ഇന്ത്യയിലേക്ക് കൊണ്ടുവന്ന മാനുഷി ചില്ലർക്കോ. ഇത്രയും സൗന്ദര്യാസ്വാദകനാണല്ലോ. ആ പാട്ട് എനിക്ക് ഡെഡിക്കേറ്റ് ചെയ്യാറുണ്ട്. ആയിക്കോട്ടെ, അങ്ങനെയാണെങ്കിൽ ഒരു ഇന്ത്യൻ സിനിമ കാണാൻ വേണ്ടി ലോകത്തെ മുഴുവൻ തിയേറ്ററിൽ എത്തിച്ച സാക്ഷാൽ SS രാജമൗലി, ബാഹുബലി സംവിധായകൻ. ബാഹുബലി. ആ പാട്ട് അല്ലാതെ വേറെ എന്താ കൊടുക്കുക? എനിക്ക് ആ പാട്ട് ഭയങ്കര ഇഷ്ടമാണ്. ലാസ്റ്റ് വൺ, രാജകീയമായിട്ട് രാഷ്ട്രീയത്തിൽ ഇറങ്ങാൻ പോകുന്ന സ്റ്റൈൽ മന്നൻ രജനികാന്ത്. ഒരുവൻ മുതലാളി ഉലകിൽ മറ്റവൻ തൊഴിലാളി. ഇപ്പൊ ഇത്രയും പാട്ടുകൾ പറഞ്ഞല്ലോ, ഇതിലിപ്പൊ കേൾക്കാൻ തോന്നുന്ന പാട്ട് ഏതാ? ഇത്രയും പാട്ടുകൾ പറഞ്ഞതിൽ ഇപ്പൊ എനിക്ക് കേൾക്കാൻ തോന്നുന്ന പാട്ട് ചില്ലുരാന്തൽ വിളക്കേ ചിരിനീ പൊഴിക്കേ. ആ പാട്ട് മ്യൂസിക് ബൈ ഗോപി സുന്ദർ. ഈ ഗോപി സുന്ദറാണ് ക്ലബ് FM സ്റ്റാർ ജാമിൽ ഇന്നത്തെ ഗസ്റ്റ്. കൂടെ ഞാനുണ്ട് ശാലിനി. സോ ദ പാട്ട് ഹിയർ വി ഗോ. ക്ലബ് FM സ്റ്റാർ ജാമില് ഇന്നത്തെ എന്റെ ഗസ്റ്റ് ആള് ഒരു നാഷണൽ അവാർഡ് വിന്നർ ആണ്. ഇപ്പോ ഓസ്കാറിന്റെ ചുരുക്കപ്പട്ടികയിൽ നിൽക്കുന്ന ഒരാളാണ്. പക്ഷെ ഒരു സ്റ്റേറ്റ് അവാർഡ് വിന്നർ അല്ല. ആളുടെ പേര് ഗോപി സുന്ദർ. ഇതിൽ കൂടുതൽ ഒന്നും പറയാനില്ല. നാഷണൽ അവാർഡ് കിട്ടിയിട്ടുണ്ട്, ഓസ്കറിന്റെ ചുരുക്കപ്പട്ടികയിൽ, പക്ഷെ സ്റ്റേറ്റ് അവാർഡ് കിട്ടിയിട്ടില്ല അല്ലേ? നമ്മുടെ നാട്ടിൽ അങ്ങനെ അംഗീകരിച്ചൊരു ചരിത്രം ഇല്ലല്ലോ. മോശമല്ലേ? മോശമാണ്. ഇപ്പൊ എത്ര നാളെ ഈ സ്റ്റേറ്റ് അവാർഡ് ഇപ്പൊ കിട്ടും വിചാരിച്ചിരിക്കാൻ തുടങ്ങിയിട്ട്? ആദ്യം വിചാരിച്ചിരുന്നു മനസ്സും ശരീരവും ഊണും ഉറക്കവും ഭക്ഷണവും ഒക്കെ നമ്മൾ മാറ്റി വെച്ച് നമ്മളെ രക്തം ഛർദിക്കുന്ന അവസ്ഥയിലൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്. ഉസ്താദ് ഹോട്ടലിൽ വന്നൊരു വർക്ക്. അതിന്റെ BGM ഒക്കെ ചെയ്തു. അതിന്റെ BGM ചെയ്യുന്ന സമയത്ത് എന്റെ ഗുരുനാഥൻ ഔസേപ്പച്ചൻ സാർ എന്നോട് പറഞ്ഞു, ഇതിന് നീ ഇപ്പൊ കൊടുത്തിരിക്കുന്ന BGM ലോകത്താരും ചെയ്യില്ല മോനെ, ധൈര്യമായിട്ടിരുന്നു, നിനക്കൊരു നല്ല ഭാവിയുണ്ട് എന്ന് പറഞ്ഞു. അതാണ് എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ അവാർഡ്. ആ വർഷം എനിക്ക് ഈ അവാർഡുകളെ കുറിച്ചൊന്നും അറിയില്ലോ. അപ്പൊ എല്ലാവരും എന്നോട് പറഞ്ഞു ഒരു സ്റ്റേറ്റ് അവാർഡൊക്കെ ചിലപ്പോൾ ഇതിന് കിട്ടാൻ സാധ്യതയുണ്ട്, കാര്യം നല്ല ബാക്ക്ഗ്രൗണ്ട് സ്കോറാണ് എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ ആലോചിച്ചു, അങ്ങനെയൊക്കെയാണെങ്കിൽ ഇത്രയും പേര് പറയുന്നുണ്ടെങ്കിൽ ശരിയായിരിക്കും. നീ പറഞ്ഞ പോലെ സ്റ്റേറ്റ് അവാർഡൊക്കെ നമുക്ക് ചിലപ്പോൾ കിട്ടാൻ സാധ്യതയുണ്ടാവും. കോട്ടം തയ്ച്ചില്ല, മനസ്സിലൊരു വലിയ കോട്ടയൊക്കെ പണിത് വെച്ചു. അതായത് അങ്ങനെ കിട്ടിയാലോ എന്നൊക്കെ വിചാരിച്ചിങ്ങനെ ഇരുന്നു. ആ വർഷത്തെ വന്നപ്പോൾ സ്റ്റേറ്റ് അവാർഡ് കിട്ടിയിട്ടേ ഇല്ല. ഞാൻ വിചാരിച്ചു ഇത്രയും നല്ല വർക്കാന്ന് എല്ലാവരും പറഞ്ഞിട്ട് അത് ആരും കണ്ടില്ലേ കേട്ടില്ലേ എന്നൊക്കെ എനിക്ക് തോന്നിപ്പോയി. പക്ഷെ അതിന് കിട്ടിയ റെസ്പോൺസ്, ജനങ്ങളുടെ റെസ്പോൺസ് ഇപ്പോഴും പലരും എന്നെ കാണുമ്പോൾ ഉസ്താദ് ഹോട്ടൽ ബായ് അതിന് നിങ്ങൾക്ക് ഒരു ഉമ്മ വരട്ടെ എന്ന് പറഞ്ഞിട്ട് എത്ര പേരുണ്ട് അതിന് ഉമ്മ വെച്ചിട്ടുണ്ട്. അതിനുശേഷം ചാർലിക്ക് പ്രതീക്ഷിച്ചോ? ചാർലി മാത്രമല്ല മൊയ്തീൻ, അങ്ങനെ വളരെ സ്പെഷ്യലായിട്ട് നമ്മൾ കൺസിഡർ ചെയ്തിട്ടുള്ള സിനിമ. ഏറ്റവും കൂടുതൽ പ്രതീക്ഷ 1983 എന്നുള്ള സിനിമയ്ക്ക് നാഷണൽ അവാർഡ് കിട്ടി. ഇന്ത്യൻ സിനിമയിൽ പാട്ടുകളില്ലാത്ത സിനിമകളുണ്ടാവും, പക്ഷെ എല്ലാ പടത്തിലും ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഉണ്ടാവും. അപ്പൊ അതിന്റെ മത്സരത്തിന്റെ ഒരു കാഠിന്യത വളരെ കൂടുതലാണ്. ഇത്രയും സ്റ്റേറ്റ്സ് ആയിട്ട് നമ്മൾ മത്സരിച്ചിട്ട് നാഷണൽ അവാർഡ് 1983 എന്നുള്ള സിനിമയുടെ ബാക്ക്ഗ്രൗണ്ട് സ്കോറിന് കിട്ടുമ്പോൾ കേരളത്തിൽ നമുക്കൊരു സ്റ്റേറ്റ് അവാർഡ് കിട്ടാതെ പോയതിൽ എനിക്ക് അത്ഭുതമാണ് തോന്നിയത്, നിരാശയല്ല, എനിക്ക് അത്ഭുതം തോന്നി. അത് ഇത്രയും മത്സരിച്ച് നമ്മൾ വിൻ ചെയ്തപ്പോൾ അതേ വർഷം കേരളത്തിൽ ഇത്രയും കാലമായിട്ട് 10 വർഷമായിട്ട് ഒരു സ്റ്റേറ്റ് അവാർഡ് പോലും കിട്ടിയിട്ടില്ല, നാഷണൽ അവാർഡ് കിട്ടിയിരിക്കുന്നു. ഇപ്പോൾ ഓസ്കാറിലോട്ട് ചുരുക്കപ്പട്ടിയിലോട്ട് ഒരു പാട്ട് എന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറിന് സെലക്ട് ചെയ്യപ്പെട്ടിരിക്കുന്നു. ഒരുപാട് ജനങ്ങൾ അംഗീകരിക്കുന്നു, എന്നെ പറ്റി വിമർശിക്കുന്നു. 4 ടോപ്പിക് വരുന്നുണ്ടെങ്കിൽ അതിൽ 2 എന്നെ പറ്റിയായിരിക്കും എന്നുള്ളൊരു വിശ്വാസം
ദിവസത്തിൽ നമ്മുടെ ഇൻഡസ്ട്രി മുഴുവൻ പോയിക്കൊണ്ടിരിക്കുന്നു. പ്രൊഡ്യൂസേഴ്സ് വരുന്നു, പ്രോജക്ട്സുകൾ തരുന്നു, നമ്മൾ ഒരു വർഷം 24 പടങ്ങളോളം ചെയ്യുന്നു. എന്നാലും സ്റ്റേറ്റ് അവാർഡ് കിട്ടിയിട്ടില്ല. അപ്പോൾ സ്റ്റേറ്റ് അവാർഡിന് വേണ്ട മാനദണ്ഡങ്ങൾ എന്തൊക്കെയാണെന്ന് എനിക്കറിയില്ല. ചാർലിക്ക് ബാക്കിയുള്ള ഡിപ്പാർട്ട്മെന്റ്സിന് 7-8 അവാർഡ്സ് കിട്ടിയിട്ടുണ്ട് സ്റ്റേറ്റ് അവാർഡ്സിൽ. അവർ ഇത്രയും കാര്യങ്ങൾ കേൾക്കാൻ വേണ്ടി എൻഹാൻസ് ചെയ്യപ്പെട്ട എൻ്റെ സംഗീതം, അവരുടെ പല വർക്കുകളും അതിൽ ചെയ്തിട്ടുള്ള വീഡിയോയിലുള്ള പല വർക്കുകളും കണ്ണിലോട്ട് എത്തുന്നതിനുള്ള കാരണം മ്യൂസിക് ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ചാർലി എന്ന സിനിമയിൽ അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാർലിയുടെ മ്യൂസിക്കിന് ഒരു രീതിയിലുള്ള അവാർഡും ആരും ശ്രദ്ധിച്ചു പോലുമില്ല. അപ്പൊ ഞാൻ വിചാരിച്ചു ഒരുപക്ഷെ എന്തെങ്കിലും ഓഡിയോന് എന്തെങ്കിലും കുഴപ്പമുണ്ടായിട്ടാണോ, അത് കേൾക്കാതെ പോയതാണോ. ഏതൊരു കോമൺ മാൻ അത് കേട്ട് കഴിഞ്ഞാൽ മനസ്സിലാവും എന്തോരം ആ സിനിമയ്ക്ക് വേണ്ട മ്യൂസിക് വർക്ക് ചെയ്തിട്ടുണ്ടെന്നുള്ളത്. ഈ കഴിഞ്ഞ ഒരു വർഷം ഒരുപാട് സിനിമകൾ ചെയ്തിട്ടില്ലേ? ഇനി അങ്ങനെ ഒരു അവാർഡ് പ്രഖ്യാപിക്കുകയാണെങ്കിൽ, സ്റ്റേറ്റ് അവാർഡ് പ്രഖ്യാപിക്കുകയാണെങ്കിൽ ഒരു പ്രതീക്ഷയുണ്ടോ ഏത് സിനിമയ്ക്കായിരിക്കും? അങ്ങനെ ഒരു പ്രതീക്ഷയില്ല. നിർത്തിയോ? ഇല്ല, നിർത്തിയില്ല. ആ ഒരൊറ്റ പ്രാവശ്യം ഞാൻ പ്രതീക്ഷിച്ചിട്ടുള്ളൂ. ഉസ്താദ് ഹോട്ടൽ എന്ന സിനിമയ്ക്കാണ് ഞാൻ പ്രതീക്ഷിച്ചത്, അതിന് കിട്ടിയിട്ടില്ല. ശരി, സ്റ്റേറ്റ് അവാർഡ് വിട്ടേക്കും. നാഷണൽ അവാർഡ് അല്ലെങ്കിൽ നമുക്ക് ഓസ്കാറിലോ കയറി പിടിക്കാൻ ചുരുക്കപ്പട്ടികയിൽ വന്നിട്ടുണ്ടല്ലോ. ഇതുവരെ ഞാൻ കയറിയൊന്നും പിടിച്ചിട്ടില്ല. നോമിനേഷന്റെ ചുരുക്കപ്പട്ടിക അല്ലേ? ഒരു ഭാഗ്യം എന്നേ പറയാൻ പറ്റുള്ളൂ. ഇത്ര ചോദിച്ചുള്ളൂ. അപ്പൊ ഓസ്കാറിന് പ്രതീക്ഷയുണ്ടോ? തീർച്ചയായിട്ടും പ്രതീക്ഷയില്ല. ഇതുണ്ടെന്നെങ്കിൽ പറഞ്ഞിട്ട് കുളവായി കയ്യിൽ നിന്ന് പോയാലോ? ഇല്ല, അങ്ങനൊന്നും ഞാനില്ലെന്ന് പറഞ്ഞാലും നമ്മളുടെ മലയാളികളായിട്ടുള്ള ഓരോരുത്തരും അത് ഗോപിസുന്ദറിന് കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടാവും അല്ലേ? നമ്മളുടെ ശത്രുക്കൾക്ക് പോലും ഒരുപക്ഷെ ഒരു പ്രാർത്ഥന ഉള്ളിൽ നമ്മുടെ അടുത്തുനിന്ന് ഒരാൾ പോയിട്ട് അതൊന്ന് കിട്ടിയിരുന്നെങ്കിൽ സന്തോഷിക്കായിരുന്നു എന്നുള്ള രീതിയിൽ ആസ് എ പേഴ്സൺ ഉള്ളിൽ ആഗ്രഹമുണ്ട്, ഒരു പ്രാർത്ഥനയുണ്ട്. എങ്ങനെ കിട്ടിയിരുന്നെങ്കിൽ നന്നായിരുന്നു. എന്നൊരു കാര്യം ചെയ്യാം, ഈ സ്റ്റേറ്റ് അവാർഡ് നാഷണൽ അവാർഡ് നമ്മൾ വിട്ടല്ലോ, ഓസ്കറിന്റെ ചുരുക്കപ്പട്ടികയ്ക്ക് പോയ ഏത് പാട്ടാ? 2 പാട്ട് പോയിട്ടുണ്ടല്ലോ അല്ലേ? ഏത് പാട്ടിപ്പോ കേൾക്കണ്ടേ? മനത്തെ മാറിക്കുറുമ്പേ പെയ്യല്ലേ പെയ്യല്ലേ പൊന്നെ, ആ പാട്ടേക്ക് വാണിയമ്മ പാടിയ പാട്ട്. Only on Club FM Star Jam. ഇന്നത്തെ ഗസ്റ്റ് ഗോപി സുന്ദർ, കൂടെ ഞാൻ ശാലിനി. വെൽക്കം ബാക്ക്. യു ആർ ലിസണിംഗ് ടു ക്ലബ് FM Star Jam. ഇവിടെ ഞാനുണ്ട് ശാലിനി, എന്റെ കൂടെ ഐ ആം ഗോപി സുന്ദർ ഹിയർ. സ്റ്റേറ്റ് അവാർഡ് കിട്ടിയിട്ടില്ല, നാഷണലും ഓസ്കാറും ഇപ്പൊ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. ഇത് കൂടാണ്ട് ബാക്കിയുള്ള അവാർഡുകളെല്ലാം കൂടി കൂട്ടിക്കഴിഞ്ഞാൽ എത്ര കാണും വീട്ടില്? ഒരുപാടുണ്ട്. എത്ര തവണ അവാർഡ് വാങ്ങിക്കാനായിട്ട് കോട്ട് തയ്ച്ചു എന്നല്ല ആലോചിച്ചാൽ മതി. ഇല്ല, കോട്ടിട്ട് വാങ്ങിക്കുന്ന അവാർഡുകൾ വളരെ കുറവുള്ളൂ. ഇനിയിപ്പോ കോട്ട് തയ്ക്കാൻ വെച്ചിരിക്കുകയാണ്, കാരണം ഓസ്കാറിന് വേണ്ടിട്ട്. ഇല്ല, മിസ്കാൽക്കുലേറ്റ് ചെയ്യണ്ട. ഐ ആം ഓൾസോ വെയിറ്റിംഗ്. കിട്ടിയ സന്തോഷം. ഓസ്കാർ എങ്ങാൻ കിട്ടുകയാണെങ്കിൽ റെമ്യൂണറേഷൻ കൂട്ടോ? ഇല്ല, റെമ്യൂണറേഷൻ കൂട്ടി കഴിഞ്ഞാൽ മലയാളം ഇൻഡസ്ട്രിയിൽ വർക്ക് ഉണ്ടാവില്ല. അത് ഓസ്കാർ അല്ല, ഏത് വലിയ അവാർഡ് കിട്ടിയാലും റെമ്യൂണറേഷൻ കൂട്ടി കഴിഞ്ഞാൽ പ്രൊഡ്യൂസേഴ്സ് കുറച്ചൊന്ന് ഭയക്കും. ചില ആൾക്കാർ പറഞ്ഞേക്കെ അവാർഡ് കിട്ടിയതിന് ശേഷം ആരും എന്നെ വിളിക്കുന്നില്ല, അങ്ങനെ വല്ലതുണ്ടോ? അപ്പൊ ഞാൻ പറഞ്ഞിട്ടുണ്ട്, സ്റ്റേറ്റ് അവാർഡ് കിട്ടിയതിന് ശേഷം വേറെ അത്ര നാളോ കുറച്ച് കഞ്ഞി പിടിച്ച് പോയിരുന്നു, അതിനുശേഷം പണിയൊന്നും ഇല്ലെന്ന് പറഞ്ഞിട്ട് അപ്പൊ എന്റെ അടുത്ത് എന്നോട് പറയാ, ഗോപി സ്റ്റേറ്റ് അവാർഡ് കിട്ടാത്ത നന്നായിട്ടോ, ഞങ്ങൾ തമാശക്ക് പറഞ്ഞിരിക്കാറുണ്ട്. 23 വർഷമായിട്ട് ഇൻഡസ്ട്രിയിൽ ഉള്ള ഒരാളാണ്. 10 വർഷമായിട്ട് ഒരു മെയിൻ ആള് എന്നുള്ള രീതിക്ക് ഇൻഡസ്ട്രിയിലുള്ള ഒരാളാണ്. നമുക്ക് ചെറിയൊരു തിരിഞ്ഞുനോട്ടം നടത്താട്ടോ. ഞാന് ചില മ്യൂസിക് ബിറ്റ്സ് കേൾപ്പിക്കാം. ഈ ബിറ്റ്സും ഗോപി സുന്ദറുമായിട്ടുള്ള ബന്ധം പറയണം. ഓർമ്മയുണ്ടെങ്കിൽ പറയാം. വന്ന വഴി മറക്കൂലല്ലോ? ഒരിക്കലില്ല. ഇപ്പൊ ചിലത് മറന്നിട്ടുണ്ടെങ്കിൽ എന്നോട് ചോദിക്കരുത്. നമ്മളൊക്കെ മനുഷ്യരാണ്, മറന്നു ചില കാര്യങ്ങൾ. ശരി, ആദ്യത്തെ കേട്ടോ. आँखों में तेरी अजब सी अदाएं हैं. ഏത് സിനിമയിലെ പാട്ട്? ഓം ശാന്തി ഓം. ഈ പാട്ട് പ്രോഗ്രാമിംഗ് ചെയ്തിരിക്കുന്നത് ഞാൻ, ഓർക്കസ്ട്രേഷൻ ചെയ്തിരിക്കുന്നത് ഞാനാണ്. അത് വിശാൽ ശേഖറിന് ഞങ്ങൾ 10 വർഷമായിട്ട് അവർക്ക് വേണ്ടിയിട്ട് ഞാൻ പ്രോഗ്രാമിംഗ് ചെയ്യാറുണ്ട്. ഓം ശാന്തി ഓം എന്നൊക്കെ പറയുന്നത് ഇത്രയും ഹിറ്റ് ആയിട്ടുള്ള ഒരു പടമല്ലേ? അപ്പൊ ഇങ്ങനെ അതിൽ പ്രോഗ്രാമിംഗ് ചെയ്തിട്ടുണ്ടെന്നുള്ളതൊക്കെ നമ്മുടെ നാട്ടിലൊക്കെ എല്ലാവർക്കും അറിയോ? എല്ലാവർക്കും അറിയാമെന്ന് എനിക്കറിയില്ല. ഇനിയിപ്പോ ക്ലബ് എഫിനോട് അറിഞ്ഞെങ്കിൽ സന്തോഷം അല്ലെ? അറിയിച്ചു തന്നതിൽ എന്നോട് നന്ദിയുണ്ടെന്ന് നന്ദിയുണ്ട്. പിന്നെ ഇത് മാത്രം, ഇത് കൂടാതെ വേറെ പാട്ടുകൾ ഒരുപാട് ചെയ്തു. ബ്ലഫ് മാസ്റ്റർ എന്ന സിനിമയിലെ ഏക് മേ ഓർ ഏക് തു, ആ പാട്ട് ഞാൻ പ്രോഗ്രാം ചെയ്തു. പിന്നെ ചെന്നൈ എക്സ്പ്രസിൽ 1 2 3 4 ഗെറ്റ് ഓൺ ദ ഡാൻസ് ഫ്ലോർ ഞാൻ പ്രോഗ്രാം ചെയ്ത പാട്ടാണ്. പിന്നെ അതിൽ തന്നെ ഞാൻ പാടിയ പാട്ട് ഞാൻ തന്നെയാണ് പ്രോഗ്രാം ചെയ്തിരിക്കുന്നത്. ഞാൻ തന്നെ ഓർക്കസ്ട്രേഷൻ ചെയ്ത് ഞാൻ തന്നെ പാടി. ഷാരൂഖ് ഖാൻ തന്നെ ലിപ്പ് കൊടുത്ത്. അത് തിത്തലി എന്ന് പറഞ്ഞ പാട്ട്. എങ്ങനെ വന്നത് ഈ പാട്ട് പാടുന്ന അവസരം എന്ന് പറഞ്ഞാൽ, ഞാൻ പ്രോഗ്രാം ചെയ്തോണ്ടിരിക്കുമ്പോൾ ഒബ്വിയസ്ലി ഉടനെ ട്രാക്ക് സിംഗർ ഉണ്ടായിരുന്നില്ല. ഞാൻ പറഞ്ഞ ഇങ്ങനെ പിയാനോ വായിച്ച ആ പാട്ട് ഇങ്ങനെ ഇങ്ങനെ പാടിക്കൊണ്ടിരുന്ന അവർ പറഞ്ഞു, ഇത് കൊള്ളാതെ നല്ല വോയിസാണല്ലോ, ഇത് ഉപയോഗിച്ചിരുന്നു. പാടാൻ പറഞ്ഞു, പാടി കഴിഞ്ഞു പോയി. ഒരു 1.5 മാസം കഴിഞ്ഞപ്പോൾ ഒരു കോൾ വരുന്നു വിശാൽ ശേഖരനോട് ചോറുന്നു, അത് ഓക്കെയാണ്. സത്യം പറഞ്ഞാൽ എനിക്കൊന്നും മനസ്സിലായില്ല, ഇത് എന്ത് സത്യമാണോ പറഞ്ഞത്, ഇത് പറ്റിക്കാണോ ഇടയ്ക്കാണ് വിളിച്ച് ഏപ്രിൽ 1 എന്നൊക്കെ ഇല്ല. ബോളിവുഡിൽ പിന്നെ വിളിയൊന്നും വന്നില്ലേ പാടാനായിട്ട്? ഇല്ല, ഞാൻ അതിനുവേണ്ടി ഒന്നും പാടുന്നുണ്ടോ ആരെയും അപ്രോച്ച് ചെയ്തിട്ടില്ല. ഇനി ഒരു പാട്ടും കൂടി ഉണ്ട് കേട്ടോ. ഖുദാ ഓ ഖുദാ മനസ്സിൻ സരോദമീട്ടി
മിസ്റ്റർ ഫ്രോഡ് എന്ന് പറഞ്ഞ പടത്തിന് വേണ്ടിയിട്ട് മോഹൻലാൽ സാർ അഭിനയിച്ച പാടാണ്. ഈ പാട്ടിൽ ഗോപിച്ചേട്ടൻ മുഖം കാണിച്ചിട്ടുണ്ടല്ലോ, ഇഷ്ടമാണോ അഭിനയിക്കാനായിട്ട്? എന്നെ കാണാൻ ഒരു കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ പറയുമ്പോൾ അവർ ഓക്കെ ഗോപിക്കൊന്ന് ഈ ഒരു വെറുതെ ഇങ്ങനെ കീബോർഡൊക്കെ പിടിച്ച് നിൽക്കാമെന്ന് ഞാൻ എനിക്ക് ആ അറ്റ്മോസ്ഫിയർ ഇഷ്ടമാണ്. ഒന്ന് മനസ്സ് വെച്ചിരുന്നെങ്കിൽ സത്യം പറഞ്ഞാൽ ഒരു നായകനായിട്ട് കരങ്ങേറേണ്ട ഒരാളായിരുന്നു മലയാള സിനിമയിലല്ലേ. മനസ്സ് എന്ന് പറഞ്ഞ സാധനം എനിക്കില്ലായിരുന്നു അതിന് വേണ്ടിട്ട്. സത്യം ആണല്ലോ അല്ലേ? ആണല്ലോ. അനിത്യപ്രാവിലെ നായകനൊക്കെ അവനൊക്കെ വിളിച്ചല്ലേ. അങ്ങനെ സീരിയസ് ഒരു ടോപ്പിക് അല്ലായിരുന്നു അത്. തമാശക്ക് ഇങ്ങനെ സാർ ആ സമയത്ത് വെറുതെ ഇരുന്നപ്പോ എന്നോട് ചോദിച്ചിട്ടുണ്ട് ഞാൻ അഭിനയിക്കുന്നത് ചോദിച്ചിട്ടുണ്ട്. ഞാൻ അപ്പൊ തന്നെ ഇല്ലയോ എന്നെ വിട്ടേക്കെന്ന് പറഞ്ഞു. ഹരിഹരൻ സാറ് സീരിയസ് ആയിട്ട് എന്നോട് ചോദിച്ചിട്ടുണ്ട്. അത് എന്റെ സ്വന്തം ജാനിക്കുട്ടി എന്ന് ശരത്ത് ചെയ്ത ക്യാരക്ടർ എനിക്ക് നടന്നില്ല. ക്യാമറ സ്റ്റാർട്ട് ലൈറ്റ് ആക്ഷൻ എന്നൊക്കെ പറയുമ്പോൾ തന്നെ ഫുൾ ഫ്യൂസ് ഊരിപ്പോയ പോലെ ചെയ്ത് നോക്കി. അതായത് ചുമ്മാ ടെസ്റ്റ് ഷൂട്ട് പോലെ ചെയ്ത് നോക്കി. എനിക്കൊരു MT സാറിന്റെ ഒരു സ്ക്രിപ്റ്റ് ഉണ്ടായിരുന്നു. അയ്യോ എനിക്ക് സത്യമായിട്ട് ഓർമ്മയില്ല. അപ്പൊ തന്നെ ഞാൻ മറന്നുപോയി. അത് ആ വായിച്ചപ്പോ തന്നെ ഞാൻ മറന്നുപോയി. പിന്നെ അത്രയൊക്കെ മഗ്യാൻ പറ്റിയിരുന്നെങ്കിൽ എന്തൊക്കെ ചെയ്തത്. ഈ ഗോപി സുന്ദറാണ് ക്ലബ് FM സ്റ്റാർ ജാമിൽ ഇന്നത്തെ ഗസ്റ്റ്. കൂടെ ഞാനുണ്ട് ശാലിനി. സോ ദ പാട്ട് ഹിയർ വി ഗോ. I am Gopi Sundar here. ക്ലബ് FM സ്റ്റാർ ജാമിൽ എന്റെ ഗസ്റ്റ്. ഈ ഞാൻ ശാലിനിയാണ്. Gopi Sundar here. ഈ റൗണ്ടിന്റെ പേര് 10 കണക്കിന് ഫൺ ആണ് കേട്ടോ. ഞാൻ 10 ചോദ്യങ്ങൾ ചോദിക്കും. തക്കിട തരികിട ഒന്നും പറയരുത്. എന്താ ഒരു ഉറപ്പില്ലാത്ത. സ്റ്റാർ ജാമിലാണല്ലോ ഇരിക്കുന്നത്, അതുകൊണ്ടാണ്. അന്ത ഭയർക്കട്ടോ ഭയർക്ക്. മ്യൂസിക് ഇൻഡസ്ട്രിയിലെ ചില പുതുമുഖങ്ങൾ എന്നെ ഞെട്ടിച്ചിട്ടുണ്ട്. യെസ് ഓർ നോ? യെസ്. എന്നെ ഏറ്റവും കൂടുതൽ ഞെട്ടിച്ചത് ഇപ്പൊ റീസെന്റ് മണികണ്ഠൻ എന്നൊരു മ്യൂസിക് ഡയറക്ടർ ഉണ്ട്, മെക്സിക്കൻ ഭാരതത്തിലെ. അവന്റെ പാട്ടുകളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. നമുക്ക് കോമ്പറ്റീഷൻ ആവോ? കോമ്പറ്റീഷന് പേടിയൊന്നുമില്ല. ഇല്ല. എന്താ അറിയാമോ, ഇപ്പോൾ ഉള്ള ഒരൊറ്റ മ്യൂസിക് ഡയറക്ടേഴ്സും വിത്ത് ഓൾ റെസ്പെക്ട് എന്റെ അത്രയും കരഞ്ഞിട്ടില്ല. അവരാർക്കെങ്കിലും വേണ്ടിയിട്ട് രാത്രി ബാർ തുറപ്പിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അവരാർക്കെങ്കിലും വേണ്ടിയിട്ട് വീട് വാങ്ങിക്കാൻ പോയിട്ടുണ്ടോ എന്നറിയില്ല. അവരാർക്കെങ്കിലും വേണ്ടിയിട്ട് മദ്യം ഒഴിച്ചു കൊടുത്തിട്ട് ഒരു മൂലയ്ക്ക് നിന്നിട്ടുണ്ടോ എന്നറിയില്ല. അവരാർക്കെങ്കിലും വേണ്ടിയിട്ട് ചായ വാങ്ങിക്കാൻ കൊടുത്തിട്ട് വന്ന് വരുമ്പോൾ ചായ മധുരം എന്ന് പറഞ്ഞിട്ട് ഗ്ലാസ് വലിച്ചെറിഞ്ഞിട്ടുള്ള സീൻ ഉണ്ടായിട്ടില്ല. ഒരു വിവരമില്ലാത്ത വിവരദോഷി എന്ന് പറഞ്ഞിട്ട് 10 പ്രമുഖരുടെ മുമ്പിൽ ഒരു ഗുണമില്ലാത്തവെന്ന് പറഞ്ഞിട്ട് ഓപ്പണായിട്ട് വേറൊരു മറ്റൊരു വലിയ പ്രമുഖൻ തെറി വിളിച്ചിട്ടില്ല. അത് കേട്ട് നിന്ന് കരയേണ്ട അവസ്ഥ വന്നിട്ടില്ല. പലപ്പോഴും വേദനകളോടുകൂടി ബാത്റൂമിൽ പോയി എന്ന് ഒറ്റയ്ക്ക് ഇരുന്ന് അലറി കരയേണ്ട അവസ്ഥ ഉണ്ടായിട്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. ഇതിനേക്കാളുപരി ഇനിയും പുറത്തു പറയാൻ പറ്റാത്ത രീതിയിലുള്ള ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. ഇതെല്ലാം കടന്നുപോയതായിട്ട് എന്റെ ഈ ജനറേഷനിൽ ഒറ്റ മ്യൂസിക് ഡയറക്ടർ ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ എനിക്കൊരു കോമ്പറ്റീഷൻ പേടിയില്ല. എനിക്കുണ്ട് ചില ദുശീലങ്ങൾ. യെസ് ഓർ നോ? യെസ് ഓഫ് കോഴ്സ്. ദുശീലങ്ങളുണ്ട്. അതൊക്കെ ഇവിടെ പറയണം. എനിക്കിങ്ങനെ വെറുതെ ഇരിക്കുന്നത് മൂക്കിൽ ഇങ്ങനെ പറ്റില്ല സ്വഭാവമുണ്ട്. വേണ്ട, അത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടല്ലേ? എനിക്ക് സന്തോഷാ. എന്നെ സമയത്തോളം ഞാൻ മൂക്കിൽ അഴുക്കെടുത്ത് കളയാണ്. അതാണ് അതിപ്പോ പറഞ്ഞില്ലേ, അതാണ് ഞാൻ അത് പറയണ്ടോ വേണ്ടെന്ന് ചോദിച്ചത്. അങ്ങനെ എല്ലാവർക്കും അങ്ങനെ പല പല ദുശീലങ്ങളുണ്ടാവും. ഭാഗ്യം. എനിക്കും ഒരു ഗോഡ് ഫാദർ ഉണ്ട്. യെസ് ഓർ നോ? ഔസപ്പച്ചൻ സാർ എല്ലാ രീതിയിലും ഒരു ഗുരുനാഥനാണ്. ഗോഡ് ഫാദർ ആണെന്ന് വേണമെങ്കിൽ പറയാം. ഇന്ന് കരുതി അദ്ദേഹം എന്റെ കൈ പിടിച്ചിട്ട് എനിക്കൊരു പടം വന്നിട്ടുണ്ട്, നീ അടുത്ത 2 പടം നീ ചെയ്തോ എന്ന് പറഞ്ഞിട്ടില്ല. പോലെ പറയുന്നുണ്ട് കേട്ടോ. എന്തായാലും AR റഹ്മാനെ പോലെ ഗോപി സുന്ദറും ഹോളിവുഡിൽ സിനിമ ചെയ്യും. യെസ് ഓർ നോ? ഡെഫിനറ്റ്ലി ചെയ്യും. ഹോളിവുഡിൽ പടം ചെയ്യുന്നതിന് മുമ്പ് അവിടെ വേറൊരു വലിയ മഹാനുണ്ട്, ഹാൻസ് സിമ്മറുണ്ട്. അദ്ദേഹത്തിന് അടുത്ത് ഒരു ചായ വാങ്ങിച്ചു കൊടുക്കുന്ന ആളായിട്ടെങ്കിലും പോയിട്ട് നിന്നിട്ട് അവിടെ എന്താ നടക്കുന്നതെന്ന് പഠിക്കണമെന്നുണ്ട്. എത്രയും പെട്ടെന്ന് ചായ വാങ്ങിച്ചു കൊടുക്കാൻ ഗതി ഉണ്ടാവട്ടെ. എനിക്കുണ്ട് ചില പേടികൾ. യെസ് ഓർ നോ? പേടിയുണ്ട്. എനിക്ക് നീന്താൻ അറിയില്ല. വെള്ളത്തിലിട്ടാൽ താഴെ വരെ നീന്തും, മുങ്ങിച്ചാവും. അതുകൊണ്ട് എപ്പോ ബോഡി കയറിയ ലൈഫ് ജാക്കറ്റ് ഇട്ടായിരിക്കത്തുള്ളൂ. എനിക്ക് വെള്ളത്തിൽ എനിക്ക് തലമുക്കാൻ പോലും പേടിയാ. വെള്ളത്തിൽ ഇറങ്ങി നിൽക്കും, സ്വിമ്മിംഗ് പൂളിലൊക്കെ ഇറങ്ങി നടക്കും. പക്ഷെ എനിക്ക് ഭയങ്കര പേടിയാ വെള്ളം. ഒരിക്കൽ ഞാൻ വീണിട്ടുണ്ട്, വെള്ളത്തിൽ മുങ്ങി പോയിട്ടുണ്ട്. 6 അടി ഉയരത്തിലാണോ മുങ്ങിയത്? 6 അടി ഉയരത്തിൽ തന്നെയാ മുങ്ങിയത്. നാണക്കേടാണ്. അതുകൊണ്ട് പറയാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെ പറയാനാണല്ലോ നിങ്ങൾ പറയുന്നത്. ഈ ക്ലബ് FMലൂടെ നിങ്ങൾ മനുഷ്യരെ കൊണ്ടുവന്ന് ഇവിടെ ഇട്ടിട്ട് ആരോടും പറയണ്ടെന്ന് വിചാരിച്ച കാര്യങ്ങളൊക്കെ പറയിപ്പിക്കലാണല്ലോ ഈ സ്റ്റാർ ജാം എന്ന് പറയുന്ന ഉദ്ദേശം. അതുകൊണ്ട് ഞാൻ ഈ 6 അടിയുള്ള ഞാൻ നേരെ ഒരു സ്വിമ്മിംഗ് പൂളിലോട്ട് വീണു. അവിടെ 10 അടിയായിരുന്നു. ഞാൻ അറിഞ്ഞില്ല. ഞാൻ വിചാരിച്ചു ഞാൻ ഭയങ്കര ഉയരമുള്ള ആളല്ലേ, ഒരിക്കലും മുങ്ങിയൊന്നും പോകില്ല. എന്തൊക്കെ പറഞ്ഞാലും എന്റെ കഴുത്തിന്റെ അത്ര തന്നെ ഉണ്ടാവും എന്ന് വിചാരിച്ചു. അന്ന് എനിക്ക് മനസ്സിലായി ലോകം വളരെ വലുതാണെന്ന്. 10 അടി താഴ്ചയുള്ള സ്വിമ്മിംഗ് പൂളിൽ ഞാൻ ചാടി ഫുൾ മുങ്ങിപ്പോയി. ഞാൻ തന്നെ രക്ഷപ്പെട്ടു. എനിക്ക് അടിയിൽ പോയപ്പോ ഒരു ഉൾവിളി വന്നു, കുറച്ച് പാട്ടുകൾ ചെയ്യാനുള്ളതാണെന്നായിരിക്കും. അതുകൊണ്ട് ദൈവമായിട്ട് എന്നെ മുകളിലോട്ട് കൊണ്ടുവന്നു വേണമെങ്കിൽ പറയാം. അങ്ങനെ ഇവിടെ സ്റ്റാർ ജാമിലെത്തി.
എനിക്കുണ്ട് ചില വീക്ക്നെസ്. യെസ്, വീക്ക്നെസ് ഒക്കെ പുറത്തു പറയാൻ പറ്റുമോ? പറ കേക്കട്ടെ. മാനസികമായിട്ടൊരു വീക്ക്നെസ് എന്ന് പറയുമ്പോ അതിസുന്ദരിയായിട്ടുള്ള ഒരു പെൺകുട്ടി നമ്മുടെ മുമ്പിൽ വരുമ്പോ ഒബ്വിയസ്ലി സത്യം പറഞ്ഞാൽ കൊടുകൈ കൊടുത്തു. അതൊരു വീക്ക്നെസ് ആയിട്ട് പറയാം. ഞാൻ മറ്റു മ്യൂസിക് ഡയറക്ടേഴ്സിന്റെ പാട്ടുകൾ ആസ്വദിക്കാറുണ്ട്. യെസ് ഓർ നോ? യെസ്. റീസെന്റ് ആയിട്ടുള്ള അങ്ങനെ ഒരു ഫേവറേറ്റ് സോങ് പറയൂ. നമ്മുടെ കണ്ണിലെ പൊയ്കയില് ആ പാട്ട് ഭയങ്കര ഇഷ്ടമാണ്. തൊണ്ടിമുല്ല പാട്ട്. ഈ പറഞ്ഞ പാട്ട് തന്നെയാ ക്ലബ് FM സ്റ്റാർ ജാമിൽ അടുത്തായിട്ട് വരാൻ പോകുന്നത്. ഇവിടെ ഞാനുണ്ട് ശാലിനി, എന്റെ കൂടെ ഗോപി സുന്ദർ. കേരള സംസ്ഥാന പുരസ്കാരം ലഭിക്കാത്ത എന്നാൽ ദേശീയ പുരസ്കാരം ലഭിച്ച സംഗീത സംവിധായകൻ. ക്ലബ് FM സ്റ്റാർ ജാമിന്റെ ഇന്നത്തെ ഗസ്റ്റ്. യെസ്, ഐ ആം ഗോപി സുന്ദർ ഹിയർ. യോ, ഇവിടെ ഞാനാണ് ശാലിനി. ഗോപി സുന്ദർ ഹിയർ. ഈ റൗണ്ടിന്റെ പേര് സീൻ കോൺട്ര എന്നാണ് കേട്ടോ. ഒരു സംവിധായകനല്ല, ഒരു നടനല്ല, അതുകൊണ്ട് തന്നെ സീൻ മാറ്റി എഴുതിക്കുന്ന കാര്യമൊന്നും പറ്റില്ല. പക്ഷെ മ്യൂസിക് ചെയ്യുമ്പോഴത്തെ സീനുകളെ കുറിച്ച് പറഞ്ഞാൽ മതി. ആ സീനുകൾ കോൺട്ര ആയതിനെ കുറിച്ച് പറഞ്ഞാൽ മതി. മനസ്സിലായില്ല. ഓ എന്നാ സീനാണോ? ഓക്കേ, എന്താണ് സീന്? ആ സീനാണ് ഇപ്പൊ എടുക്കുന്നത്. സീൻ മാറ്റി എഴുതൂ. സീൻ കോൺട്രാ. സ്റ്റാർട്ട് ആക്ഷൻ കട്ട്. വളരെ ജനറൽ ആയിട്ടുള്ള ഒരു സംശയം ചോദിക്കട്ടെ. മ്യൂസിക് ചെയ്ത് പാട്ട് എഴുതാണോ അതോ പാട്ട് ചെയ്തിട്ട് മ്യൂസിക് എഴുതാണോ എളുപ്പം? അങ്ങനെയല്ല, ഓരോ സിറ്റുവേഷൻ അനുസരിച്ച് അത് മാറും. എങ്കിലും ഇപ്പൊ എന്റെ പാട്ടുകൾ ഞാൻ ചെയ്യുമ്പോൾ ബേസിക് സ്ട്രക്ചർ ഒരു ട്യൂൺ കൊടുത്തിട്ട് അതിനെ എഴുതി കിട്ടുമ്പോൾ ആ വരികൾക്ക് ചേരുന്ന പോലെ എന്റെ ട്യൂൺ മാറ്റാൻ ഞാൻ ശ്രമിക്കാറുണ്ട്. ചുരുക്കത്തിൽ ഫ്ലെക്സിബിൾ ആണ് ആള്. ഫ്ലെക്സിബിൾ ആണ്. അങ്ങനെയാണെങ്കിൽ കമ്പോസ് ചെയ്യാൻ ഏറ്റവും കൂടുതൽ ടൈം എടുക്കേണ്ടി വന്നൊരു പാട്ട് ഏതാ? കമ്പോസ് ചെയ്യാനായിട്ട് കൂടുതൽ സമയം എടുത്തൊരു പാട്ട് തരില്ലേ. ഒരു പാട്ടിനും വേണ്ടി അധികം സമയം ക്രിയേഷന് ഏകദേശം എത്ര നേരം എടുക്കും? 10 മിനിറ്റ് അല്ലെങ്കിൽ മാക്സിമം 15 മിനിറ്റ്. അതിൽ കൂടുതൽ എടുത്തിട്ടില്ല. പക്ഷെ ആ 15 മിനിറ്റിന് വേണ്ടിയിട്ട് ചിലപ്പോൾ 3-4 ദിവസങ്ങൾ വേറെ പല പണിയുടെ ഇടയ്ക്കും ഇത് ആലോചിച്ചുകൊണ്ടിരുന്നുണ്ടാവും. അങ്ങനെയാണ് ഏറ്റവും കൂടുതൽ ലിറിക്സ് മാറ്റി എഴുതേണ്ടി വന്ന പാട്ട് ഏതാ? ഓമനി ചുമ്മ വെക്കുന്നൊരിഷ്ട നോവാണ് പ്രണയം. കാസിനോല പാട്ട്. ആ പാട്ട് ഒരുപാട് പ്രാവശ്യം ലിറിക്സ് മാറ്റി എഴുതേണ്ടി വന്നിട്ടുണ്ട്. ലിറിസിസ്റ്റുകൾ തന്നെ മാറിയിട്ടുണ്ട്. കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു ഉടക്ക ട്യൂണാ. അതായത് താനന താനന തന്നതന്നന തന്നതനന എന്ന് പറയുമ്പോൾ തന്നെ ലിറിസിസ്റ്റുകളൊക്കെ അവിടെ പേനൊക്കെ വെച്ചിട്ട് പോകും. നീ ഇതിൽ വേറെ പണിക്ക് പോകും. എന്നിട്ട് അവസാനം ഗിരീഷേട്ടനാണ് എഴുതിയത്. അത് ഗിരീഷേട്ടൻ തന്നെ 5 ദിവസം എടുത്തു ആ പാട്ട് എഴുതാനായിട്ട്. ട്യൂൺ കേട്ട വഴിക്ക് വളരെ സ്നേഹപൂർവ്വം എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. എടാ എന്ത് ട്യൂണാടാ നീ ചെയ്തു വെച്ചിരിക്കുന്നത്, എന്നെ കുഴപ്പിക്കാനായിട്ട് എന്ത് ട്യൂണാണോ നീ ചെയ്തു വെച്ചിരിക്കുന്നത് എന്നിട്ട് ഫുൾ ചീത്തയാണ് എന്നെ. അതിനുശേഷം 2 ദിവസം കഴിഞ്ഞിട്ട് എന്നെ വിളിച്ചിട്ടുണ്ട്, മോനെ നല്ല ട്യൂണാട്ടോ, എനിക്ക് ഇഷ്ടപ്പെട്ടു. നമ്മൾ യൂഷ്വലി എഴുതി വരുന്ന ഒരു പാറ്റേൺ അല്ല. അപ്പൊ എനിക്ക് ഭയങ്കര സന്തോഷം. അത് ഞാൻ ഭയങ്കരമായിട്ട് ഡെസ്പായി പോയി. ഗിരീഷ് പുത്തഞ്ചേരി സാറാണ് പാടി പെടാപ്പാട് വെട്ട പാട്ട്. ഞാൻ തന്നെ ആയിരിക്കും പെടാപ്പാട് വിടുന്നത്. ഹീറോ അല്ലേ. നേരോ നേരോ നേരോ. അത് കാര്യം ഞാനൊരു സ്പെഷ്യലി വോക്കൽ ട്രെയിൻഡ് ആയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റ് ഒന്നല്ല. പാട്ട് പാടാൻ വേണ്ടിയൊക്കെ പഠിച്ചിട്ടൊന്നുമില്ല. ഞാൻ തന്നെ കഷ്ടപ്പെടും. അത് എന്തിനാണ് ഇങ്ങനെ കമ്പോസ് ചെയ്ത് ഈശ്വരാന്ന് എനിക്ക് തന്നെ തോന്നുന്നു. ഞാൻ ചെയ്ത പാപത്തിന്റെ കൂടെ എനിക്ക് കിട്ടിയല്ലോ. അതെ, ഞാൻ തന്നെ പാടണമെന്ന് പറയുകയും ചെയ്തു. ഇനിയിപ്പോ ഞാൻ തന്നെ ഇത് പാടിയിട്ട് എന്റെ ഉള്ളിലുള്ള മ്യൂസിക് ഡയറക്ടർ ഹാപ്പി ആവണമല്ലോ. ഒബിയസ്ലി അദ്ദേഹം ഒരു രക്ഷയില്ല, എന്ത് ചെയ്ത് സമ്മതിക്കുന്നില്ല. ഞാനെന്ന ഗായകനെ ഞാനെന്ന മ്യൂസിക് ഡയറക്ടർ അംഗീകരിച്ചിട്ടില്ല ഇതുവരെ അംഗീകരിച്ചിട്ടില്ല. ഈ BGM കിട്ടാനായിട്ട് ഏറ്റവും പാടുപെട്ട സിനിമ ഏതാ? അൻവർ എന്ന് പറഞ്ഞ സിനിമയുടെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ വേണ്ടിട്ട് പാടിച്ചു മടുത്തു പോയ പാട്ടേതാ? എന്നെ വിടാതെ വെച്ചിട്ടില്ലല്ലേ. അങ്ങനെ ഒരു പാട്ടില്ല. പാട്ടുണ്ട് പുതിയതായിട്ട് വരുന്ന പാടാൻ വേണ്ടിയിട്ട് ചാൻസ് ഒക്കെ ചോദിച്ചിട്ട് വരുമല്ലോ. അപ്പൊ അവര് വിചാരിക്കുന്ന എനിക്ക് എന്താ പാടാലോ, നമുക്ക് എന്താ കുഴപ്പം, നമ്മൾ ഭയങ്കര സംഗതികളൊക്കെ വരുമല്ലോ നമ്മുടെ തൊണ്ടയില്. റിയാലിറ്റി ഷോയിലൊക്കെ നല്ല മാർക്ക് കിട്ടി വരുന്ന കുട്ടികളുണ്ട്. അവരൊക്കെ ചിലപ്പോൾ വന്ന് എൻ്റെ അടുത്തും പാടിയിട്ടുണ്ട്. പക്ഷെ അവർക്കൊക്കെ അറിയാത്തൊരു കാര്യം ഭാവം കൊടുക്കാനാണ്. പക്ഷെ ഭാവത്തിൽ പാടി വെച്ചുള്ള ഒരു പാട്ട് അതിനേക്കാൾ നല്ല ഭാവത്തിൽ അവർ പാടിത്തരും. പുതിയൊരു പാട്ടിന് എക്സ്പ്രഷൻ കൊടുക്കാൻ അവർക്ക് അറിയില്ല. ഞാൻ ആളാരാൻ ചോദിക്കില്ല, പക്ഷെ ഇത് പാട്ടാ പറയൂ. അത് പാടിച്ചിട്ടില്ല. ആസ് എ മ്യൂസിക് ഡയറക്ടർ എനിക്ക് അത് അപ്രൂവ് ചെയ്യാൻ പറ്റില്ല. ഓൾറെഡി എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള പാട്ടുകാരുടെ അടുത്ത് അങ്ങനെ പാടിപ്പിച്ചും എടുത്തിട്ടൊന്നുമില്ല. ഇല്ല അവരെല്ലാവരും അങ്ങനെ ഒരു മടുക്കുന്ന സിറ്റുവേഷനിൽ എത്തിച്ചിട്ടില്ല. മടുപ്പിന്റെ അറ്റം വരെ എത്തും. അയ്യോ, എനിക്ക് ഇതിനത്ര പറയാൻ പറ്റില്ല, സോറി. അതെങ്ങനെയാ പറയാ, നമ്മ ഒരാളങ്ങനെ പറഞ്ഞ് ഹേർട്ട് ചെയ്യുന്നത് ശരി. നമുക്കൊരു ചാടിക്കാൻ താഴ്ത്തിക്കുമ്പോ അപ്പൊ നമ്മൾ പറഞ്ഞുതരാം. ശരി, ഗൗചേട്ടനെ ഞെട്ടിച്ച് പ്രതീക്ഷേനേക്കാളും ഹിറ്റായ പാട്ടേതാ? ഞാൻ ഇതുവരെ പ്രതീക്ഷനേക്കാളും ഹിറ്റായ ഒരു പാട്ടില്ല. എല്ലാം പ്രതീക്ഷ പോലെ തന്നെ ഹിറ്റായി. പ്രതീക്ഷ പോലെ തന്നെ ഹിറ്റായി. പ്രതീക്ഷ പോലെ ഹിറ്റാവാതെ ഫ്ലോപ്പ് ആയി പോയ പാട്ടേതാ? മാസ്റ്റേഴ്സ് എന്ന് പറഞ്ഞ പടത്തില് സുഹൃത്ത് ഇഷ്ടം ബഹുത്ത് എന്നുകൊണ്ട് സുഹൃത്തിന്റെ ഒരു സുഹൃത്തുക്കൾ തമ്മിലുള്ള പാട്ടുണ്ട്. ശരി, ഫ്ലോപ്പ് ആയ പാട്ട് കേൾക്കണ്ട, നമുക്ക് ഗോപിചേട്ടന്റെ ഹിറ്റ് ആയിട്ടുള്ള ഒരു പാട്ട് കേട്ടാലോ? ഇപ്പൊ നിറയെ പാട്ടുണ്ടല്ലോ, നിങ്ങൾക്ക് ഏതാ ഇഷ്ടം? ഏത് പാട്ട് വേണമല്ലേ? ഏത് പാട്ട് വേണ്ടത് അങ്കരിക്കല്ലാട്ടോ, സത്യമായിട്ടോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാട്ടുകളായതോളെ. ക്ലബ് FM സ്റ്റാർ ജാമില് ഇന്നത്തെ ഗസ്റ്റ് മ്യൂസിക് ഡയറക്ടർ ഗോപി സുന്ദർ, കൂടെ ഞാനാ ശാലിനി. ഞാനൊരു കാര്യം ചോദിച്ചാൽ യെസ് ഓർ നോ പറഞ്ഞാൽ മതി കേട്ടോ.
ഗോപി സുന്ദർ ഒരു പാർട്ടി ആനിമൽ ആണ്, യെസ് ഓർ നോ? പാർട്ടി ഇഷ്ടമാണ്, യെസ്. കാരണം ഒരു ന്യൂ ഇയർ ആയിക്കോട്ടെ, ക്രിസ്മസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഏതെങ്കിലും ആഘോഷമുള്ള ഏതെങ്കിലും ദിവസം ആയിക്കോട്ടെ, ആളോട് ചോദിച്ചാൽ ആള് വീട്ടിൽ പാർട്ടി ഉണ്ടാവും, അല്ലെങ്കിൽ പുറത്ത് പാർട്ടി ഉണ്ടാവും, അങ്ങനെ എപ്പോഴും പാർട്ടിയിൽ ഉണ്ടാവും അല്ലെ? നമ്മൾ കണ്ടിട്ടുണ്ട് കുറെ പാർട്ടികൾ വെച്ചിട്ട്. കണ്ടിട്ടുണ്ട്. എല്ലാവരും കൂടി ഒരുമിച്ചിരുന്നിട്ടുള്ള ഒരു ലെറ്റ് ലൂസ്, നമ്മൾ കുറെ തമാശ പറയുന്നു, ചിരിക്കുന്നു, അതൊക്കെയാണ് പാർട്ടി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പാർട്ടിയിൽ ഡാൻസ് ചെയ്യോ? പാർട്ടിയിൽ ഡാൻസ് ചെയ്യും. കപ്പിൾ ഡാൻസ് ചെയ്യോ? കപ്പിൾ ഡാൻസ് ചെയ്യും, നന്നായിട്ട് ചെയ്യാറിയാം. മ്യൂസിക് അല്ലാതെ എന്തൊക്കെയാ ഗോപിച്ചേട്ടന്റെ ഇഷ്ടങ്ങൾ പറയൂ? ട്രാവൽ ഭയങ്കര ഇഷ്ടമാണ്. കാടുകളിലൊക്കെ പോവുക. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട സ്ഥലങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരുപാടുണ്ട്. നമ്മുടെ മൂന്നാറും വയനാടും അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെയാണ് കൂടുതൽ ഇഷ്ടം. പിന്നെ പക്ഷെ എപ്പോ ഞാൻ വിളിക്കുമ്പോഴും പുറത്താണല്ലോ, വിദേശ രാജ്യങ്ങളിലാണെങ്കിൽ എനിക്ക് ഏറ്റവും ഫേവറേറ്റ് സ്ഥലം ചിയാങ് മായ്, തായ്ലൻഡ്, ബാലി, അങ്ങനെയുള്ള സ്ഥലങ്ങൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. യൂറോപ്പൊന്നും ഇഷ്ടമല്ല? യൂറോപ്പിലൊന്നും പെട്ടെന്ന് അങ്ങോട്ട് പോകാൻ പറ്റില്ലല്ലോ, വിസയൊക്കെ എടുത്ത് വരാൻ. അതിന്റെ മെനക്കെടാന്ന് വയ്യ. നമുക്ക് പെട്ടെന്നൊരു മൂഡാണ്, പെട്ടെന്ന് പോകാൻ പറ്റുന്ന തോന്നുമ്പോൾ. ബാലി എന്നൊക്കെ പറഞ്ഞാൽ ഓൺ അവൈലബിൾ വിസയാണ്. അൺപ്ലാൻഡ് ട്രാവൽ എപ്പോഴും അൺപ്ലാൻഡ് ട്രാവലാണ്. ഓരോ സ്ഥലത്ത് പോകുമ്പോൾ എന്താ അവിടെ അട്രാക്ട് ചെയ്യണത്? മ്യൂസിക്, പലതരത്തിലുള്ള മ്യൂസിക്കുകളുണ്ട് അവിടെ. സ്ട്രീറ്റിലിരുന്ന് വായിക്കുന്ന മ്യൂസിക്കുകളുണ്ട്. എല്ലാം നമ്മൾ ടോട്ടലി ഡിഫറെന്റ് ആണ്. അറ്റ് ദ സെയിം ടൈം അവിടുത്തെ ഒരു പാർട്ടി കൾച്ചർ, അവിടെ ആളുകൾ എന്തൊക്കെയാണ് കേൾക്കുന്നത്, അവരുടെ മ്യൂസിക്കിന്റെ ഹിസ്റ്ററി എന്താണ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. അവിടെ ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ ഉക്രൈനിൽ പോയപ്പോഴാണ് ഒരു പള്ളിയുടെ പുറത്ത് ഒടിഞ്ഞു നുറുങ്ങിയ ഒരു പിയാനോ വായിച്ചുകൊണ്ട് ഒരു വൃദ്ധൻ. അപ്പോൾ അയാളൊരു ഡി സ്കെയിലിൽ ഒരു സംഭവം ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. നല്ല മ്യൂസിക്കാണ് വായിക്കുന്നത്. ഞാൻ പോയിട്ട് അദ്ദേഹം വായിക്കുന്നതിന്റെ അതേ നോട്ടിൽ തന്നെ അപ്പുറം ഒരു ഒക്ടേവിൽ ഒരു നോട്ട് ഞാനിങ്ങനെ ടിങ് ടച്ച് ചെയ്തു. അയാൾ എന്നെ പെട്ടെന്ന് തിരിഞ്ഞിട്ട് എന്തൊക്കെയോ ചീത്ത പറഞ്ഞു. പെട്ടെന്ന് അവരുടെ ഭാഷ, അറിയാത്ത ഭാഷയൊന്നും മനസ്സിലായില്ല. പെട്ടെന്ന് അയാൾ ശുഭിതനായിട്ട് പെട്ടെന്ന് പിന്നെ തിരിച്ചയാൾ പിന്നെയും പ്ലേയിങ്ങിലോട്ട് പോയി. ഇങ്ങനെയുള്ള എക്സ്പീരിയൻസ് കിട്ടുന്നെങ്കിൽ അവർക്കറിയില്ല നമ്മള് പാവം ഡേറ്ററാണെന്നുള്ളത്. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ചേരം കൂടി ഞാൻ ആ പിയാനോയിൽ തൊട്ടുണ്ടെങ്കിൽ അയാൾ എന്നെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടാവും. പോകുന്നതിന് അയാളൊന്നും പറഞ്ഞില്ല, ഇങ്ങനെ ജസ്റ്റ് എന്തോ അങ്ങനെ പറഞ്ഞിട്ട് അവർ മിണ്ടാണ്ടിരുന്നു ഇങ്ങനെ വായിച്ചു. അതല്ലാതെ ഭക്ഷണം എക്സ്പ്ലോർ ചെയ്യൊന്നുമില്ല? തീർച്ചയായിട്ടും ഭക്ഷണം എക്സ്പ്ലോർ ചെയ്യും. ഈ ഡയറ്റ് ചെയ്യുമ്പോൾ ഭയങ്കര ദുഃഖമാണ് എനിക്ക്. ഞാൻ ഇപ്പൊ 10 കിലോ കുറച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര ദുഃഖം ഉണ്ടായിരുന്നു. കഴിച്ചതിൽ വെച്ച് ഏറ്റവും വിയർഡ് ആയിട്ടുള്ള ഭക്ഷണം ഏതാ ഓർമ്മയുള്ളത്? ഇപ്പൊ നമ്മൾ കഴിക്കുന്ന സാധാരണ സാമ്പാർ തന്നെ വളരെ കുളമായിട്ട് ഉണ്ടാക്കുന്ന ചില ഹോട്ടൽസുകളുണ്ട് നമ്മുടെ നാട്ടിൽ തന്നെ. നമ്മൾ ചിലയിടത്ത് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സാധാരണ ഇഡ്ഡലി സാമ്പാർ ഉണ്ടാവുള്ളൂ. പക്ഷെ അത് നമുക്ക് വായിൽ വെക്കാൻ പറ്റില്ല. അതിൽ പഞ്ചസാര എന്തൊക്കെ ഇട്ടിട്ട് വൃത്തിയേടാക്കി വെച്ചിട്ടുണ്ടാവും. ആയിക്കോട്ടെ, കഴിച്ചതിൽ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഫുഡ് എവിടുന്നായിരുന്നു? ഇവിടുത്തെ താജ് മലബാറിൽ പോയിട്ട് ഒരിക്കൽ ഫിഷിന്റെ ഒരു ഗ്രിൽഡ് ഐറ്റം ഉണ്ട്. അപ്പൊ അത് കഴിച്ചപ്പോ എനിക്കറിയില്ലായിരുന്നു ബില്ല് എത്രയാവുന്നു. ബില്ല് കണ്ടപ്പോ ഞാൻ ഞെട്ടിപ്പോയി. ഞങ്ങളൊരു 3-4 പേര് കൂടിയാ പോയത്. 4 പേര് കൂടി ഭക്ഷണം കഴിച്ചു കഴിഞ്ഞപ്പോ ഒരു 20,000 അങ്ങോട്ട് ബില്ല് വന്നു. ആദ്യം എന്റെ കണ്ണുകൾ വിശ്വസിക്കാൻ പറ്റില്ല. അപ്പൊ സാധാരണ കടയിൽ പെട്ടിക്കടയിൽ ആരെങ്കിലും നമുക്ക് ബില്ല് തന്നു കഴിഞ്ഞാൽ 250 രൂപ ചാർജ് ചെയ്താൽ നമ്മൾ എന്താ ചേട്ടാ അതാന്ന് ചോദിക്കും. പക്ഷെ താജ് പോലുള്ളവർ നമുക്ക് 20,000 രൂപ ചാർജ് ചെയ്യുമ്പോൾ ആസ് എ മലയാളി, ആസ് എ കോമൺ മലയാളി, ഐ വിൽ സേ നോ പ്രോബ്ലം. കൊടുത്തു. അങ്ങനെ ആയിപ്പോയി നമ്മളെല്ലാരും. ഫ്രീ ടൈം ഒക്കെ കിട്ടാറുള്ള ആളാണോ? ഭയങ്കര തിരക്കുള്ള ഒരു സംഗീത സംവിധായകനല്ലേ? ഫ്രീ ടൈം ഉണ്ടാക്കാറുണ്ട്. രാവിലെ ജോലി ചെയ്യുന്ന ആളോ അതോ രാത്രി ജോലി ചെയ്യുന്ന ആളോ? രാത്രി വർക്ക് ചെയ്യാറില്ല. കിടന്നുറങ്ങും? രാത്രി 10-11 മണി കിടന്നുറങ്ങും. 12 മണിക്കൊക്കെ വാട്സാപ്പിൽ കണ്ടിട്ടുണ്ടല്ലോ. വാട്സപ്പ് ഇടയ്ക്കിടയ്ക്ക് നമുക്കൊരു ശീലമില്ലേ? ഉറക്കത്തിനിടയ്ക്ക് നമ്മൾ ഇങ്ങനെ ഇടയ്ക്ക് ചെക്ക് ചെയ്യും വാട്സപ്പിൽ ആരെങ്കിലും മെസ്സേജ് അയച്ചിട്ടുണ്ടോ. വീണ്ടും കിടന്നുറങ്ങും. ഇത്രേ ഉള്ളൂ. ഒരു സാധാരണ മനുഷ്യനാണ്. അത്രേ ഉള്ളൂ. ഈ സാധാരണ മനുഷ്യന് കേൾക്കേണ്ട ഒരു അസാധാരണ പാട്ട് പറയൂ. ഒറ്റ ഫ്ലോയിൽ ചെയ്ത പാട്ടാണ്. പക്ഷെ എനിക്ക് തന്നെ കേൾക്കുമ്പോ തോന്നുന്നുണ്ട് ഇത് എന്തൊരു അസാധാരണമായ പാട്ടാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അത് ആരും പാടൂല പാട്ട്. ഖുദാ ഖുദാ മനസ്സിൻ സരോദ് മീട്ടി ഖുദാ ഖുദാ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക പാട്ട്. അത് മ്യൂസിക് ചെയ്ത് ഞാനാണ്. എന്റെ ട്രാക്ക് പാടിയത് ഞാനാണ്. ട്രാക്ക് പാടുമ്പോ എന്റെ അവസ്ഥ ഒന്ന് ആലോചിക്കണം. ആ പാട്ടൊക്കെ വലഞ്ഞു പോയി. ഇത് ക്ലബ് FM Star Jam. With us we have ഗോപി സുന്ദർ and myself Shalini. ഇവിടെ മാത്രം ടൺ കണക്കിന് ഫൺ. 10 മിനിറ്റ് അല്ലെങ്കിൽ മാക്സിമം 15 മിനിറ്റ്, ഇത്രയും സമയത്തിനുള്ളൊരു പാട്ടുണ്ടാക്കുന്ന ഒരു ജീനിയസ് ആണ് ക്ലബ് FM Star Jamൽ എന്റെ ഗസ്റ്റ് ആളുടെ പേര് ഗോപി സുന്ദർ. ഗോപിച്ചേട്ടൻ തന്നെ എല്ലായിടത്തും സംഭവിച്ചിട്ടുള്ളതാണ്. ഇപ്പൊ ക്ലബ് FM Star Jamലും സംഭവിച്ചിട്ടുള്ളതാണ്. പാട്ടുണ്ടാക്കാൻ വലിയ സമയമൊന്നും വേണ്ട, ഒരു 15 മിനിറ്റ് ഒക്കെ മതിയെന്ന്. എങ്ങനെ ഒരു നല്ല പാട്ടുണ്ടാക്കണേ പറയൂ. ഫസ്റ്റ് ഇൻഗ്രീഡിയന്റ് പബ്ലിക്കിന് മനസ്സിലാക്കുക, ഹിറ്റാക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ. പിന്നെ ഹിറ്റാവുന്ന സാഹചര്യമുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ടാവുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഒരു സിനിമയിൽ അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടാവുക. പിന്നെ നമ്മളൊരു പാട്ട് ഉണ്ടാക്കി അത് ഹിറ്റാവുന്ന ഒരു പാട്ടാണെങ്കിൽ പോലും അത് ഏത് പ്ലാറ്റ്ഫോമിൽ അത് വരുന്നു എന്നുള്ളത്, ഏതൊരു പ്ലാറ്റ്ഫോമിലാണ് അത് അവതരിപ്പിക്കുന്നത്. ഇപ്പൊ ബാംഗ്ലൂർ ഡേയ്സിലെ പാട്ടുകൾ തന്നെ വേറൊരു ആർക്കും അധികം ഫെമിലിയർ അല്ലാത്ത വേറെ പടത്തിൽ വന്നു കഴിഞ്ഞാൽ ഐ ഡോണ്ട് തിങ്ക്
എനിബഡി ഈസ് ഗോയിങ് ടു ലിസൺ ടു ദാറ്റ് സോങ്സ്. ഏത് കരിയാവലും എന്ന് പറഞ്ഞ പാട്ട് അതിനേക്കാളും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ട് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ പോലും ആ പാഠം കറക്റ്റ് ആയിട്ട് വന്ന് അമഞ്ഞില്ലെങ്കിൽ ആ പാട്ട് വേസ്റ്റ് ആണ്. അപ്പോൾ ഒരുപാട് പാട്ടുകൾ. അതുകൊണ്ട് തന്നെ നമ്മളുടെ സ്വന്തമാണെന്നൊക്കെ വിചാരിച്ച് നമ്മൾ വർക്ക് ചെയ്യില്ലേ ചില പടങ്ങൾ. അപ്പൊ അങ്ങനെ ഒരു അവസ്ഥ എന്തായാലും ആവുമെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അതിന് മുമ്പ് തന്നെ ആസ് എ ബിസിനസ്മാൻ ഞാൻ ആദ്യം തന്നെ കാര്യങ്ങളൊക്കെ പറഞ്ഞു ഉറപ്പിക്കും. ഇതാണ് ഡീല്, ഇതിന്റെ കാര്യങ്ങളാണ്. ഇനി വർക്കിൽ തുടങ്ങി. ശരി, എന്റെ കയ്യിൽ തരാനായിട്ട് പൈസയൊന്നുമില്ല, പക്ഷെ ട്യൂൺ ചെയ്യാനായിട്ട് എന്റെ കയ്യിൽ ഒരു കവിതയുണ്ട്. ഞാൻ സ്വന്തമായിട്ട് എഴുതിയ കവിതയാണ്. അതൊന്ന് ട്യൂൺ ചെയ്ത് തരുമോ? ഞാൻ ശ്രമിക്കാം. ഞാൻ സ്വന്തമായിട്ട് എഴുതിയ എന്റെ കവിതയാണ്. ദൈവമേ, ഇതില് ഇത്തിരി കട്ടിയുള്ള കവിതയുണ്ട്, ഒരു കുട്ടി കവിതയുണ്ട്. ഏതാ വേണ്ടേ? നീ തന്നെ ഞാൻ സെലക്ട് ചെയ്യായിരുന്നു. എന്നാ പിടിച്ചോ. ഇത് എസ് ആയിട്ട് എനിക്ക് തോന്നുന്നത്, ഒരു കവിതയായിട്ട് തോന്നുന്നില്ല. ഒരുപാടുണ്ടല്ലോ. ഇത് എപ്പോ എഴുതി? ഒന്നും പറയണ്ട. മാനത്തങ്ങൊരു കാക്കക്കൂട്ടം കണ്ട് രസിച്ച ഒരു മരമുകളിൽ പുഞ്ചിരി തൂക്കും കാക്കക്കുഞ്ഞ്. എന്റെ വളരെ ഫേമസ് കവിതയാ, എല്ലാവർക്കും അറിയാം. ആശ്രയമായൊരച്ഛൻ കാക്കയും കാക്കയും സ്നേഹമായ അമ്മ കാക്കയും പിന്നെ നമ്മുടെ സ്വന്തം കാക്കക്കുഞ്ഞും. അമ്മോ, ഇത് എന്ത് ജോണറിലാ വേണ്ടത്? എന്ത് മൂഡിലാ വേണ്ടേ ഈ പാട്ട്? നൊസ്റ്റാൾജിയ വേണ്ടേ? കാരണം കാക്കക്കുഞ്ഞിന്റെ അച്ഛനും അമ്മയും മരിച്ചുപോയല്ലോ. കാക്കക്കുഞ്ഞിന്റെ അച്ഛനും അമ്മേനും മൂർഖൻ പാമ്പ് കൊത്തിക്കൊന്നു. ഇന്നത്തെ കാലത്ത് ഇപ്പം മരണപ്പാട്ടും ഇടിച്ചു പൊളിച്ചൊക്കെയാ പാടാറ്. കാക്കക്കുഞ്ഞിനെ അവസാനം വളർത്തിയ കുയിലമ്മയാണ്. കുയിലമ്മയാണ് സ്വന്തം കുട്ടീനെ പോലെ കാക്കക്കുഞ്ഞിനെ വളർത്തിയത്. ഇത് പഴയ കഥ. പഴയ കഥ തന്നെ, എന്നാലും പുതിയ വൈൻ കോപ്പിയിൽ ഇട്ടതാ. മാനത്തങ്ങൊരു കാക്കക്കൂട്ടം കണ്ടു രസിച്ചൊരു മരമുകളിൽ പുഞ്ചിരി തൂകും കാക്കക്കുഞ്ഞ്. മാനത്തങ്ങൊരു കാക്കക്കൂട്ടം കണ്ടു രസിച്ചൊരു മരമുകളിൽ പുഞ്ചിരി തൂകും കാക്കക്കുഞ്ഞ്. ആശ്രയമായൊരച്ഛൻ കാക്കയും സ്നേഹമായി അമ്മ കാക്കയും പിന്നെ നമ്മുടെ സ്വന്തം കാക്കക്കുഞ്ഞും, പിന്നെയും നമ്മുടെ സ്വന്തം കാക്കക്കുഞ്ഞും. മതിയാ? ഇതിപ്പോ ഭയങ്കര സങ്കട, അതായത് സെന്റിമെന്റൽ ആക്കാൻ പറഞ്ഞോണ്ടേ സിന്ധു ഭൈരവിയിലൊക്കെ പിടിച്ചിരിക്കുന്നു. ശരി, അടുത്തതാണെങ്കിലോ? അടുത്ത ഇത്തിരി കട്ടിയുള്ള കവിതയാ. ഇതൊക്കെ ആളുകളെ കേൾപ്പിക്കണോ? ചാർജാമിന് വേറെ പണിയൊന്നുമില്ലേ? എനിക്കിതല്ലേ പണി, അതിനല്ലേ എനിക്ക് ശമ്പളം കിട്ടുന്നത്. എനിക്ക് ശമ്പളം കിട്ടാൻ വേണ്ടി എന്നെ കുരിയാട എന്നെ കൊടുക്കണോ? ഇവിടെ നിന്ന് ഓരോന്ന് പറയുമ്പോ ആലോചിക്കണായിരുന്നു. ഇല്ല, അതിന്റെ കുഴപ്പമില്ല. 10 മിനിറ്റ് കൊണ്ട് ചെയ്യുന്നത് എന്താ പറയാ, ഇതൊക്കെ ഉണ്ടാവുന്നത്. ഇനി ഇത് ഇവിടെ നിൽക്കട്ടെ. ഇല്ല, അടുത്തും കൂടി കഴിഞ്ഞിട്ടുള്ളൂ. ഇതേതാ ഏകാന്തത? ഇതിലും ഡിപ്രഷൻ ആണല്ലോ. ശാലിനി ഡിപ്രഷനിലാണോ? അങ്ങനെ തോന്നിയോ കവിത വായിച്ചിട്ട്? പെട്ടെന്ന് ഏകാന്തതയുടെ കൊടുങ്കാട്ടിൽ ദിശയെന്തെന്നറിയാതെ അലിയുന്ന ജന്മം നിന്നുടേതോ? സെർച്ചിങ് ഫോർ സംബഡി. കേഴുന്നു നീ ജീവജലത്തിനായി. ഭയങ്കര ദാഹവും ഭയങ്കര ഫ്രസ്ട്രേറ്റഡ് ആണല്ലോ. വേണ്ട, ചാർജാമ്പ് എന്നൊക്കെ പറയുമ്പോ ഒരു നല്ല പരിപാടി. അതിൽ ഇങ്ങനെ സാഡ് ആയിട്ടൊന്നും വേണ്ട. ശരി, വടി കൊടുത്ത് അടി വാങ്ങിക്കണ്ട എന്നുള്ളതുകൊണ്ട് ഞാൻ തന്നെ നിർത്തിയേക്കാം. പകരം ഗോപിച്ചേട്ടനും അന്ന കത്രീനയും കൂടി പാടിയൊരു പാട്ടൊക്കെ കേട്ടാലോ? കേൾക്കാലോ. ഓൺലി ഓൺ ക്ലബ് FM സ്റ്റാർ ജാം. ഇവിടെ മാത്രം ടൺ കണക്കിന് ഫൺ. The Blanks Club FM Star Jam ഇന്നത്തെ ഗസ്റ്റ് ഗോപി സുന്ദറിന് ഇപ്പൊ ഞാൻ കൊടുക്കാൻ പോണ റൗണ്ടിന്റെ പേരാണ് കേട്ടോ. ഈ ഞാൻ ശാലിനിയാണ്. Star Jam Fill in the Blanks. ഈ റൗണ്ടില് ഞാൻ കുറച്ച് സെന്റൻസ് പറയൂ കേട്ടോ. ഡാഷ് ഉണ്ടാവും, ആ ഡാഷ് ഫിൽ ചെയ്താൽ മതി. സമ്മതിച്ചല്ലോ? ഡാഷ് ഇസ് മൈ ഫേവറേറ്റ് സൂപ്പർ ഹീറോ. സ്പൈഡർമാൻ. എല്ലാ സീരീസും കാണും. ഞാൻ എനിക്ക് തന്നെ ഗിഫ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഡാഷും ഗിഫ്റ്റ് ചെയ്യും. സെൽഫ് ഗിഫ്റ്റ് ഇഷ്ടമല്ല? ആരെങ്കിലും ഒക്കെ ഗിഫ്റ്റ് തരുന്നത് ഇഷ്ടമാണോ? ഞാനൊരു ഗിഫ്റ്റ് തരുകയാണെങ്കിൽ അത് ഡാഷ് ആയിരിക്കണമെന്നാണ് എന്റെ ആഗ്രഹം. ഞാൻ എന്ന് പറഞ്ഞ ശാലിനി ഗോപിച്ചേട്ടൻ ഒരു ഗിഫ്റ്റ്, ഒരു ഫ്ലാറ്റ് അല്ലെങ്കിൽ റോളക്സ് വാച്ച്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഗിഫ്റ്റ് ചെയ്യാം. നിങ്ങൾക്ക് ഒരു മനുഷ്യ പറ്റില്ലല്ലോ. മനുഷ്യ സ്നേഹം കൊണ്ടല്ലേ ഗിഫ്റ്റ് ചെയ്യുന്നത്. സ്നേഹം മള്ളി തരൂ ശാലിനി. എന്നാലും ഒരു മയത്തിനൊക്കെ വേണ്ടി ചോദിക്കാനായിട്ട്. ഡാഷ് ഇസ് മൈ സീക്രട്ട് ടാലന്റ്. ആരോടും പറഞ്ഞിട്ടില്ല. എനിക്ക് എന്റെ ഒരുതായിട്ടൊരു ഡാൻസ് ഫോം ഉണ്ട്, കോണംകുത്തി ഡാൻസ്. എന്ത് സാധനം? കോണംകുത്തി ഡാൻസ്. ഞാൻ പണ്ട് കളരി പഠിക്കാൻ വേണ്ടി കുറച്ചാൾ പോയിട്ടുണ്ട്. അപ്പൊ ഈ കോണം കൊടുക്കുന്ന രീതി ഉണ്ട്. ആ രീതി വെച്ച് ഞാനൊരു ഡാൻസ് ഫോം ചെയ്യും. അതിന്റെ അവസാനം എന്താ വെച്ചാൽ ഞാൻ ഡാൻസ് കളിച്ച് ബെഡിലോട്ട് നമ്മൾ തലകുത്തി വീഴും. അതാണ് ഡാൻസിന്റെ എൻഡ്. അതിന് ആഫ്രിക്കൻ മ്യൂസിക് ഒക്കെയാണ് ഉപയോഗിക്കുക. ഈ കലാപരിപാടികൾ എവിടേക്കാണ് ഉപയോഗിക്കുന്നത്? ഇതെന്താ ഇവിടെ പറയാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെന്തായാലും റേഡിയോയിൽ പറയാനല്ലേ പറ്റി, കാണാൻ പറ്റില്ലല്ലോ. അങ്ങനെയുള്ള ടാലന്റിന്റെ ഉടമയാണ് ഞാൻ. അറിയാട്ടോ ആൾക്ക് സംസാരിക്കാനായിട്ട്.
ഡാഷും ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല. ഭക്ഷണം, ആൻഡ് ഒബ്വിയസ്ലി മ്യൂസിക്. ഐ ഹേറ്റ് ഡാഷ് ആൻഡ് ഡാഷ്. ഇങ്ങനെ നമ്മളെ മുഖത്തൊക്കെ നല്ല സൂചിപ്പിച്ചിട്ട് ബാക്കി പോയിട്ട് വേറെ പറയുന്നതിനോട് എനിക്ക് താല്പര്യമില്ല. വേറൊരു കാര്യം എനിക്ക് ഇൻഡസ്ട്രിയിൽ എനിക്ക് വളരെ ഇഷ്ടമില്ലാത്ത വേറെ കാര്യം, നമ്മളിവിടെ വർക്ക് ചെയ്യുന്ന മ്യൂസീഷ്യൻസിനെ മാക്സിമം പ്രൊമോട്ട് ചെയ്യുക. അവരും കൂടി ചേർന്നിട്ടുള്ളതാണ് നമ്മളുടെ ഇൻഡസ്ട്രി. അപ്പം മ്യൂസിക് ഡയറക്ടർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഡയറക്ഷൻ മാത്രമാണ് കൊടുക്കുന്നത്. ഈ ഡയറക്ഷനിലൂടെ സഞ്ചരിക്കുന്നവർ വേറെ പലരുമാണ്. അപ്പോൾ അവർക്ക് അവരുടെ ഇമ്പോർട്ടൻസ് കൊടുക്കുക. ഒരുപാട് മ്യൂസിക് ഡയറക്ടേഴ്സ് ഇതിന് മുമ്പുള്ള പൂർവ്വരായിട്ടുള്ള ഒരുപാട് മ്യൂസിക് ഡയറക്ടേഴ്സ് ആരും പറഞ്ഞു കേട്ടിട്ടില്ല അവരുടെ കൂടെ വർക്ക് ചെയ്യുള്ള മ്യൂസീഷ്യൻസിനെ അല്ലെങ്കിൽ ഒരു പെർക്കഷനിസ്റ്റിനെയോ കുറിച്ചൊന്നും ആരും അങ്ങനെ പറഞ്ഞു കേട്ടിട്ടില്ല. ഇനിയുള്ള ഒരു ജനറേഷനെങ്കിലും അങ്ങനെ ചെയ്യണമെന്ന് താല്പര്യപ്പെടുന്നു. അതുകൊണ്ട് അങ്ങനെ ചെയ്തിരുന്ന അല്ലെങ്കിൽ അങ്ങനെ ഇന്നും ചെയ്തുകൊണ്ടിരിക്കുന്ന മ്യൂസിക് ഡയറക്ടേഴ്സിനോട് ഐ ഹേറ്റ് ദാറ്റ് ഹു ഇസ് നോട്ട് പ്രൊമോട്ടിംഗ് ദെയർ സബോർഡിനേറ്റ്. അവരെ പ്രൊമോട്ട് ചെയ്യാത്ത ഒരു ബോസസ് ഉണ്ടല്ലോ, അവരെനിക്ക് ഇഷ്ടമല്ല. സോഷ്യൽ മീഡിയ ഡാഷ് ആണ്. സോഷ്യൽ മീഡിയ ഗുഡാണ്. രാവിലെ ഡാഷും രാത്രി ഡാഷും എനിക്ക് മസ്റ്റ് ആണ്. രാവിലെ ചായയും രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് കുറച്ച് വെള്ളം, അത് മസ്റ്റാണ്. ഡാഷ് ആണ് ദേഷ്യം കൺട്രോൾ ചെയ്യാനുള്ള എന്റെ ട്രിക്ക്. ഡൈവേർട്ടിംഗ് ദ മൈൻഡ്. ദേഷ്യം വരുന്ന സിറ്റുവേഷൻ വന്നപ്പോൾ എസ്കേപ്പ് മൈൻഡ് ഡൈവേർട്ട് ചെയ്യും. അവിടെ ഇരിക്കും, പക്ഷെ മൈൻഡ് വേറെ അടുത്തായിരിക്കും. എന്തിനൊക്കെയാ ദേഷ്യം വരാറ്? എനിക്ക് എൻ്റെ ഒരു പ്രശ്നം പറയുന്നത് ഭയങ്കര സ്പീഡാണ് എൻ്റെ വർക്ക്. അപ്പം സംടൈംസ് എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരാൾ സ്പീഡിലോട്ട് വരുന്നില്ലെങ്കിൽ എനിക്ക് പെട്ടെന്ന് ദേഷ്യം വരും. അപ്പം എൻ്റെ മൈൻഡ് പതുക്കെ ഡൈവേർട്ട് ചെയ്യും. കാര്യം എൻ്റെ എക്സ്പീരിയൻസ് അല്ല അവർക്കുള്ളത്. അപ്പോൾ അവർ ആ സ്പീഡ് സ്ലോനെസ് ഉണ്ടാവും. അപ്പോൾ അവർ എൻ്റെ സ്പീഡിലോട്ട് എത്തിക്കാൻ വേണ്ടി ശ്രമിക്കാറുണ്ട്. എന്റെ ദേഷ്യം ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ളത് ഡാഷ് ആയിരിക്കും. എൻ്റെ വളരെ അടുത്തൊരു സുഹൃത്താണ്. സുഹൃത്തിന് പേരില്ല, സുഹൃത്ത് അൺനോൺ ആണ്. I don't want to tell the name. സുഹൃത്തിനെ കുറിച്ച് പറയാൻ താല്പര്യമില്ല. സുഹൃത്തിനെ കുറിച്ച് പറയാൻ താല്പര്യമില്ല. Okay, Gopi Sundar is good at dash. I am good at driving. Bad at Sports and activities. ഒരു സ്പോർട്സ് ഇഷ്ടമല്ല? എല്ലാ സ്പോർട്സിലും ഞാൻ ഭയങ്കര ബാഡാണ്. ഫുട്ബോളൊക്കെ തന്നു കഴിഞ്ഞാൽ ഞാൻ സെൽഫ് ഗോൾ അടിക്കും. See, I am good at lot of things. You're good at music. അങ്ങനെയാണെങ്കിൽ എല്ലാരും നല്ലത് എന്ന് ഈ അടുത്ത് പറഞ്ഞൊരു പാട്ട് പറയൂ. എല്ലാവരും നല്ലതെന്ന് പറഞ്ഞൊരു പാട്ടില്ല. കുറെ പേര് മോശാന്ന് പറഞ്ഞൊരു പാട്ട് പറയും, അതന്നെ കേൾക്കാം. ടീം 5 എന്ന് പറഞ്ഞ സിനിമയിൽ ഒരു പാട്ടുണ്ട്. ഉറക്കം തൂങ്ങി പെണ്ണ് തിങ്കളാഴ്ച ആഴ്ച ഇച്ചിരി പാട്ടുണ്ട്. അതെ, ഇതൊരു പക്ഷേ ദുൽഖറും നിവിനും കൂടി കളിക്കുന്ന ഒരു ഡാൻസ് കളിക്കുന്ന ഒരു പാട്ടാണെന്ന് വിചാരിക്കാം. അൻവർ റഷീദ് അങ്ങനെയുള്ള ഒരു വലിയ പടത്തിൽ അങ്ങനെ ഒരു പാട്ട് വരികയാണെങ്കിൽ ഡെഫിനറ്റ്ലി ആ സംഭവം അടുത്ത ട്രെൻഡായി മാറാണ്. അങ്ങനെയൊക്കെ സംഭവിക്കാം. ഇതിപ്പോ ഇങ്ങനെ ഒരു സിനിമയിൽ വന്നുകൊണ്ട് ഒരു ചെറിയ സിനിമയുടെ ഭാഗമായിട്ട് അങ്ങനെ ഒരു പാട്ട് വരുന്നുണ്ട്. അതിലിങ്ങനെ എക്സ്പീരിയൻസ് സോങ് കൂടി ആകുമ്പോൾ പൂർത്തി. അത് പിന്നെ വളരെ മോശമായിട്ട് തന്നെ മലയാളികൾ എടുക്കുള്ളൂ. ഈ പറയുന്ന ഞാൻ എന്ന പ്രേക്ഷകനും അങ്ങനെ തന്നെ കാണത്തുള്ളൂ. ആരുടെയും കുറ്റമല്ല. എനിക്ക് തന്നെ ചെയ്തപ്പോൾ തോന്നിയ കാര്യമാണത്. ഞാൻ ചീത്ത വാങ്ങിച്ചു കൂട്ടുന്നു, കിട്ടുകയും ചെയ്തു. എന്നാ ക്ലബ് FM സ്റ്റാർ ജാമിൽ ആ പാട്ടിനെ കേൾക്കാൻ പോകുന്നേട്ടോ. ഫ്രോം ദ മൂവി ടീം 5. ഇവിടെ ഞാനുണ്ട് ശാലിനി, കൂടെ ഗോപി സുന്ദർ. ഇവിടെ മാത്രം ടൺ കണക്കിന് ഫൺ. മലയാള സിനിമയിലെ ഒരു എണ്ണം പറഞ്ഞ സംഗീത സംവിധായകനെയാണ് ക്ലബ് FM സ്റ്റാർ ജാമിൽ എനിക്ക് കിട്ടിയിരിക്കുന്നത്. ഈ ഞാൻ ശാലിനിയാണ്. സംഗീത സംവിധായകന്റെ പേര് ഗോപി സുന്ദർ. അതെ, ഗോപി സുന്ദർ. ഈ റൗണ്ടിന്റെ പേര് യു ആർ അണ്ടർ അറസ്റ്റ് എന്നാണ്. ഓക്കെ, ഓൾറെഡി അറസ്റ്റ് ആണ്. ഇനി ഇതിൽ കൂടുതൽ എന്ത് അറസ്റ്റ് ചെയ്യാനേ? ചോദിക്കുന്ന ചോദ്യത്തിന് തക്കിട തിരക്കിട പറയാൻ പാടില്ല വീണ്ടും, കേട്ടോ. ഗോപിചേട്ടൻ ചെയ്തതിൽ തന്നെ ഗോപിചേട്ടന് ഇഷ്ടമുള്ള വൺ ഓഫ് ദ മൂവീസ് ആണ് ചാർലി, അല്ലേ? ഇതിലെ ബാക്ക്ഗ്രൗണ്ട് സ്കോറും ഹേ ജൂഡ് എന്ന് പറഞ്ഞ ഇപ്പൊ നിവന്റേതായിട്ട് ഇറങ്ങിയ സിനിമ, അതിലെ ബാക്ക്ഗ്രൗണ്ട് സ്കോറും തമ്മിൽ സിമിലാരിറ്റി ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ വലിയൊരു വിവാദം കത്തി നിൽക്കുന്നുണ്ട്. ഹേ ജൂഡിന് ചെയ്തത് ഔസേപ്പച്ചൻ സാറാണ്, ഗോപിചേട്ടന്റെ ഗുരു. ഈ ഒരു വിവാദത്തെ കുറിച്ച് എന്താ ഗോപിചേട്ടന്റെ ടേക്ക്? അതൊരിക്കലും കോപ്പിയല്ല. മാത്രം എന്റെ ഗുരുനാഥൻ എന്നെ ഒരിക്കലും കോപ്പി അടിക്കേണ്ട കാര്യമില്ല. ഈസ് എ ലെജൻഡ്. അപ്പൊ എന്നെ സംബന്ധിച്ചോളം അദ്ദേഹം ആ ബാക്ക്ഗ്രൗണ്ട് സ്കോർ കോപ്പി അടിച്ചതൊന്നുമല്ല, അത് കോപ്പിയോ അല്ല. അങ്ങനെ കേട്ടപ്പോ തോന്നിയിരുന്നോ എന്തോ ഒരേ ജോണറിലുള്ള മ്യൂസിക്കാണ്, ഒരു വെസ്റ്റേൺ കൺട്രി മ്യൂസിക്കാണ്. കൺട്രി മ്യൂസിക്കിൽ ഇപ്പോൾ ഒരു മ്യൂസിക് കേട്ടാലും വേറെ മ്യൂസിക് കേട്ടാലും കേൾക്കുന്നവർക്ക് അറിയാത്ത പക്ഷം എല്ലാം ഒരുപോലെ തോന്നുന്നു. പക്ഷെ രണ്ട് മ്യൂസിക്കാണ്. ഔസേപ്പച്ചൻ സാർ ചെയ്തത് വേറെ മ്യൂസിക്കാണ്, ഞാൻ ചെയ്തതും വേറെ മ്യൂസിക്കാണ്. ഒരേ ശൈലിയിലുള്ള മ്യൂസിക്കാണെന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ എത്രയോ പാട്ടുകൾ ഇങ്ങനെ ചെയ്യുമ്പോൾ കോപ്പി അടിച്ചാന്ന് പറഞ്ഞു വരുന്നുണ്ട്. അതിലെല്ലാം ചിലത് കോപ്പി ഉണ്ട്, അത് ഞാൻ സമ്മതിക്കാറുണ്ട്. ചിലത് വന്നിട്ട് ഇതുപോലെ ഒരേ ജോണറിലുള്ള പാട്ടുകൾ അതിനെ കുറിച്ച് അറിയാത്തവരൊക്കെ കേൾക്കുമ്പോൾ ഒരുപോലെ തോന്നുന്നു എന്ന് മാത്രം. അവനവന്റെ വേർഷനിൽ ചെയ്യുന്നു മാത്രം. അടുത്ത ചോദ്യം, ദുൽഖർ സൽമാനോട് ഗോപി സുന്ദറിന് പക്ഷപാതമുണ്ട്? യെസ് ഓർ നോ? പക്ഷപാതമൊന്നുമില്ല. എന്തിനു പക്ഷപാതം? അയ്യോ, ഞാൻ ചോദിക്കാം, എന്നോട് തിരിച്ചു ചോദ്യം ചോദിച്ചപ്പോ ഞെട്ടിയതാണ്ട്. ഞാൻ എന്നോട് തന്നെ ചോദിച്ചത് എന്തിനാ പക്ഷപാതം? അങ്ങനെ പക്ഷപാതം ഇല്ലല്ലോ. ഇല്ലല്ലോ. ദുൽഖർ സൽമാന്റെ പാട്ടുകളാണെങ്കിൽ അത് എപ്പോ ഹിറ്റായും ചോദിച്ചാൽ മതി, അതുകൊണ്ട് ചോദിച്ചതേ. അതിപ്പോ ചിലപ്പം ആ ഒരു സിനിമയുടെ ഭാഗമായിട്ട് ഗോപി സുന്ദർ വരുമ്പോ അത് ഹിറ്റാവുന്നു. അത് ഏതെങ്കിലും പാട്ട് ഫ്ലോപ്പ് ആയി പോയിട്ടുണ്ടോ ദുൽഖറിന് വേണ്ടി ചെയ്തത്? ഇല്ല എന്ന് തന്നെ പറയാം. അപ്പൊ പിന്നെ ഞാൻ ചോദിച്ചതിന് എന്നെ കുറ്റം പറയാൻ പറ്റുമോ? കുറ്റം പറയില്ല, ദാറ്റ്സ് എ ഫാക്ട്. ബട്ട് അതിനൊരു പക്ഷപാതം ഒന്നുമില്ല. സലാല മൊബൈൽസ് എന്ന സിനിമയില് നടൻ അബിയെ കൊണ്ട് പാടിപ്പിച്ചത് അത് ആരുടെ ഐഡിയ ആയിരുന്നു? അത് എന്റെ
ഐഡിയ തന്നെയായിരുന്നു. ഒരു ഇത്താത്തയുടെ സൗണ്ട് വേണമെന്ന് പറഞ്ഞിട്ട് ഞാൻ എൻ്റെ മലബാറിലുള്ള ഫുൾ ഫാൻ ഫോളോവേഴ്സിനൊക്കെ ഉപയോഗിച്ച് ഞാൻ ഒരുപാട് വീടുകളിലൊക്കെ അവിടെയൊക്കെ പോയി ഒരു ഉമ്മച്ചിമാരെയൊക്കെ പാട്ട് റെക്കോർഡ് ചെയ്തൊക്കെ എനിക്ക് അയച്ചു തന്നു. ഇതെല്ലാം കഴിഞ്ഞ് ഞാൻ നോക്കിയപ്പോൾ ഇവരാരും ഞാൻ പറയുന്ന ഒരു പുതിയ ട്യൂൺ പാടാൻ ആ ഉമ്മച്ചിമാരൊക്കെ പാടുമെന്ന് എനിക്കറിയില്ലായിരുന്നു. ഒരു ഡൗട്ടുണ്ട്. അതിനുവേണ്ടി അവിടെ നിന്ന് ഇവര് ടാക്സിയും ബസ്സൊക്കെ പിടിച്ച് ഇവരെ കഷ്ടപ്പെട്ട് ഇവിടെ എത്തിച്ച് ഇവര് വന്നിട്ട് പാടാൻ പറ്റാതെ പോയി കഴിഞ്ഞാൽ അവർക്ക് ലൈഫിൽ കിട്ടുന്ന ഏറ്റവും വലിയ ശിക്ഷയായിരിക്കും അത്. എന്റെ മനസ്സുണ്ടല്ലോ അവരെന്നെ ചവിച്ചിട്ടോ. അതായത് എത്ര കഷ്ടപ്പെട്ട് നമ്മൾ ഇവിടുന്ന് വന്നിട്ട് മോൻ നമ്മളെ കൊണ്ട് പാടിക്കാണ്ട് വിട്ടല്ലോ എന്നൊക്കെ പറഞ്ഞു. അതൊന്നും വേണ്ട, നമ്മുടെ ആമിനിത്താത്ത ഉണ്ടല്ലോ നമ്മുടെ കയ്യിൽ, പാടിച്ചു നോക്കുന്ന ഒരു ഐഡിയ വന്നു. അങ്ങനെ ആണ് ആ ഒരു കലാകാരനെ കൊണ്ട് അങ്ങനെ ഒരു പാട്ട് പഠിക്കാനുള്ള ഭാഗ്യം ഉണ്ടായത്. പിന്നീട് നമ്മൾ കേട്ടു അദ്ദേഹത്തിന്റെ കുറെ വിഷ്വൽസ് ഉണ്ടായിരുന്നു, പക്ഷെ അതൊക്കെ കട്ട് ചെയ്ത് മാറ്റേണ്ടി വന്നു ആരൊക്കെയോ പറഞ്ഞുകൊണ്ട് എന്നൊക്കെ. അത് ഡയറക്ടറും പ്രൊഡ്യൂസറും വിഷ്വൽ ഏരിയ ആണ്, അവര് ഡിസ്കസ് ചെയ്ത കാര്യങ്ങളാണ്. അതിനെക്കുറിച്ച് ഗോപിചേട്ടന് അറിവില്ല. കാര്യം ആരുടെ ഏത് ഷോട്ട് വെക്കണതിനെ പറ്റി മ്യൂസിക് ഡയറക്ടർക്ക് എന്ത് കാര്യം. എന്നെ സംബന്ധിച്ചിടത്തോളം ആ കലാകാരനെ ഞാൻ മാക്സിമം യൂസ് ചെയ്തിട്ടുണ്ട്. എന്റെ ജോലി കറക്റ്റ് ആയിട്ട് ചെയ്യാന്നുള്ളേ ഉള്ളൂ. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇൻഡസ്ട്രിയിൽ നിൽക്കുന്നത്. നമ്മൾ ബാക്കിയുള്ള കാര്യം അന്വേഷിക്കാതിരിക്കുക. അതാണ് ഇതിലുള്ള ഒരു സക്സസ് മന്ത്ര. ശരി, എന്നാ ആവശ്യത്തിന് പൈസ ഒക്കെ വാങ്ങിക്കുന്ന ആളാന്നുള്ള കാര്യം സംഭവിച്ചല്ലോ. ജീവിക്കാൻ വിചാരിക്കുന്ന അത്ര കാശ് ഓരോരോ പാട്ടിനും കിട്ടാറുണ്ട്. അതേപോലെ തന്നെ കൂടെ നിൽക്കുന്നവർക്കും കൈ അയച്ച് പൈസ കൊടുക്കാറുണ്ട്. ആരും കംപ്ലൈന്റ് വരില്ല, ഗോപിച്ചേട്ടൻ കാശും തരില്ല കേട്ടോ എന്ന് പറയില്ല. അങ്ങനെ ഒരിക്കലും ആരും പറഞ്ഞാണ് വഴിയില്ല. കാര്യം എന്റെ ഞാൻ കൂടുതൽ കൊടുത്തിട്ടുള്ളൂ. ഞാൻ കൂടുതൽ കൊടുക്കുന്നുണ്ട്, ബാക്കിറക്കിയും ബുദ്ധിമുട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ആണല്ലേ, അത് മാത്രം വിളിച്ചന്വേഷിച്ചാൽ മതി. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ട്ടോ. ഗോപി സുന്ദർ എന്ന മ്യൂസിക് ഡയറക്ടറിന് 10 രൂപയ്ക്ക് ജോലി എടുക്കാനും അറിയാം, 100 രൂപയ്ക്ക് ജോലി എടുക്കാനും അറിയാം. യെസ് ഓർ നോ? യെസ്. അങ്ങനെ എടുത്തിട്ടുണ്ട്, ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ചെയ്തോണ്ടിരിക്കണ്ടോ? ഇപ്പൊ വെരി റീസെന്റ് ഞാൻ ആ പരിപാടി, അതായത് കുറച്ചുകൂടി സെലക്റ്റീവ് ആവാൻ തുടങ്ങി. നല്ല നല്ല സിനിമകളുടെ ഭാഗമാണെന്നുള്ള ഒരു കലാകാരന്റെ ആഗ്രഹം ബിസിനസ്സുകാരനെ ഒരു പരിധിവരെ ഞാൻ മാറ്റി നിർത്താൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പൊ ഏകദേശം 2 മാസം കൊണ്ട് തന്നെ 8 പടത്തോളം ഞാൻ വേണ്ടാന്ന് വെച്ചിട്ടുണ്ട്. അത് തന്നെ ഒരു ബിഗ് ഷോക്കിംഗ് ന്യൂസ് ആണ്. എന്റെ ഉള്ളിലുള്ള ബിസിനസ്സുകാരന് ഇപ്പൊ ഞാൻ തളർത്തി കിടത്തിയിരിക്കുകയാണ്. അദ്ദേഹം അയാൾ ബോധം കെട്ടിരിക്കുകയാണ്. ഇപ്പൊ അയാൾ മിക്കവാറും അഡ്മിറ്റ് ചെയ്യേണ്ട ഒരു അദ്ദേഹത്തിന് അമ്മയുള്ള അവസ്ഥയിലാണ് അദ്ദേഹം ഇരിക്കുന്നത്. ഈ പറഞ്ഞ ബിസിനസ്സുകാരൻ കം മ്യൂസിക് ഡയറക്ടറിന്റെ പേരാണ് ഗോപി സുന്ദർ. ക്ലബ് FM സ്റ്റാർ ജാമിൽ ഇന്നത്തെ ഗസ്റ്റ്. ഇവിടെ മാത്രം ടൺ കണക്കിന് ഫൺ. വെൽക്കം ബാക്ക് ടു ക്ലബ് FM സ്റ്റാർ ജാം. ഇവിടെ ഞാനാണ് ശാലിനി, എന്റെ കൂടെ ഗോപി സുന്ദർ. 23 വർഷം മുൻപ് തൊട്ടുള്ള കഥകൾ സ്റ്റാർ ജാമിൽ പറഞ്ഞു തുടങ്ങി 2018 വരെത്തി. ഈ 2018 ഏതൊക്കെയാ പുതിയ സിനിമകൾ എടുത്തേക്കുന്നത്? കമ്മാര സംഭവം നമ്മുടെ ദിലീപേട്ടന്റെ, അതിപ്പോ വർക്ക് നടക്കുകയാണ്. ക്യാപ്റ്റൻ, പിന്നെ കായംകുളം കൊച്ചുണ്ണി റോഷൻ ആൻഡ്രൂസ് സാറിന്റെ ഹേ ജൂഡിലെ ഒരു പാട്ട് ഞാൻ ചെയ്തിട്ടുണ്ട്. ഇനിയും കുറച്ചുകൂടി പ്രോജക്ട്സ് ഉണ്ട്, തെലുങ്കിലൊക്കെയാണ്. പിന്നെ വൈശാഖിന്റെ ഒരു പടമുണ്ട്, ഈര എന്നാണ് പടത്തിന്റെ പേര്. കുറെ സിനിമകൾ നമുക്ക് ഓർമ്മ ഉണ്ടാവില്ല മുമ്പൊക്കെ പറയുമ്പോഴേ. ചില സിനിമകൾ നമുക്ക് ഹോണ്ട് ചെയ്തിട്ടില്ല, അതുകൊണ്ടാണ് ഓർമ്മയില്ലാത്തത്. ഇപ്പൊ കൃത്യമായിട്ട് അറിയാൻ പറ്റുന്നുണ്ട്. അത് വ്യത്യാസമുണ്ട്. അതായത് ഇപ്പൊ കുറച്ചും കൂടി ഫോക്കസ്ഡ് ആയിട്ട് ഇന്ന പടമാണ് ചെയ്യണമെന്ന് നമുക്ക് വ്യക്തമായി പറയാൻ കഴിയും. മുമ്പെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഓൺ റണ്ണിങ്ങിൽ 12-13 പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഏത് പടം എന്ന് പറഞ്ഞാൽ നമ്മൾ പറയും എന്നുള്ള അവസ്ഥ. ഇപ്പൊ മിക്സ് ആവുന്നില്ല ഈ ചിന്തകളൊക്കെ തമ്മിൽ പാട്ടിന്റെ? ഇല്ല അങ്ങനെ മിക്സ് ആവില്ല. കാര്യം ഇതൊക്കെ വളരെ വെൽ പ്ലാൻഡ് ആൻഡ് ടൈം ചാർട്ട് ചെയ്തിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അങ്ങനെ ചിന്തകൾ തമ്മിൽ അങ്ങനെ മിക്സ് ആവില്ല. ഇല്ല. ഞാൻ ഇന്ന് എന്റെ ഫ്രണ്ട്സിന്റെ അടുത്ത് ഇന്ന് എനിക്ക് സ്റ്റാർ ജാമിൽ ഗസ്റ്റ് ആയിട്ട് ഗോപി സുന്ദറ വരണേന്ന് പറഞ്ഞപ്പോ എന്റെ ഒരു ഫ്രണ്ട് പറഞ്ഞതാണ്, ഗോപി സുന്ദറിന്റെ പാട്ടുകൾ ഇപ്പൊ ബോളിവുഡിലൊക്കെ ഓരോരുത്തർ ശ്രദ്ധിക്കും, മറ്റു ഭാഷകളും ആൾക്കാരൊക്കെ ശ്രദ്ധിക്കും. മലയാള ഇൻഡസ്ട്രിയിൽ അങ്ങനെ അധികം സംഗീത സംവിധായകരുടെ പാട്ടുകൾ മറ്റു ഇൻഡസ്ട്രിക്കാർ ശ്രദ്ധിക്കില്ല. അങ്ങനെയുണ്ടോ? മേ ബി ഞാൻ കൂടുതൽ ഇന്റർനാഷണൽ ലെവൽ ഓഫ് ലിസണിംഗ് ഉള്ള ഒരു മ്യൂസിക് ഡയറക്ടർ ആയതുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ ബാക്കിയുള്ളവർക്ക് ലിസണിംഗ് ഇല്ല എന്നല്ല ഉദ്ദേശിച്ചത്. ഞാനൊരു മ്യൂസിക് ചെയ്യുന്നു, അത് ഇവിടുത്തെ നാടൻ വില്ലേജ് സബ്ജക്റ്റ് മാത്രമേ ചേരുള്ളൂ കേട്ടോ. അങ്ങനെ ഒരു പാട്ടില്ല, ഏത് നാട്ടുകാർക്കും കേൾക്കാന്നുള്ളൊരു പാൻ ഇന്ത്യൻ കമ്പോസർ എന്ന് പറയില്ലേ, ആ ഒരു കാറ്റഗറിയിലാണ് ഞാൻ എന്നെ കാറ്റഗറി ചെയ്യാൻ ശ്രമിക്കുന്നത് ഞാൻ തോന്നുന്നു. അതെ. ഇപ്പൊ ഒരു പാട്ടുണ്ടാക്കുമ്പോ മലയാളി പ്രേക്ഷകരൊക്കെ വരാറുണ്ട്, മലയാളി ആസ്വാദകർ വരാറുണ്ടെന്ന് പറഞ്ഞില്ലേ, അഭിനന്ദിച്ചിട്ട്. അങ്ങനെ ബാക്കി നാട്ടുകാരൊക്കെ വരാറുണ്ട്. ഏതൊക്കെ നാട്ടിൽ നിന്ന് വരും? അമേരിക്കയിലുള്ള ഒരു പോലീസുകാരനുണ്ട്, അമേരിക്കൻ തന്നെ. പുള്ളിക്കാൻ ഉസ്താദ് ഹോട്ടലിന്റെ പാട്ടുകളുടെ ഭയങ്കര ഫാനാണ്. എന്ന് പറഞ്ഞാൽ അങ്ങനെ കുറെ പേരുണ്ട്. പിന്നെ ജർമ്മനിയിൽ നിന്നുള്ള ആൾക്കാരുണ്ട്. ആരും മലയാളികളല്ല. പിന്നെ പാകിസ്ഥാനി ഇതുണ്ട്. അവിടെയുള്ള മലയാളികൾ അവരുടെ ഫ്രണ്ട്സിനെ, നമ്മുടെ ഇവിടെ നിങ്ങളുടെ പാട്ടിട്ട് ഇഷ്ടമായിട്ടുള്ള ആളുകളെ അവർ ഇൻട്രൊഡ്യൂസ് ചെയ്യണം എന്നെ. അല്ലാണ്ട് എനിക്കെങ്ങനെ ഇപ്പൊ ഇവരെയൊക്കെ പരിചയം. അറബിക് ആളുകളുണ്ട്, ശരിക്കും അറബികളുണ്ട്. നമ്മുടെ പാട്ടുകൾ ഇഷ്ടമുള്ള എന്റെ പാട്ട് പാടി ഏതു കരിയാവിൽ എന്ന് പറഞ്ഞ പാട്ട് പാടി അറബിയുണ്ട്. സോ ഇതൊക്കെ ഒരു അനുഗ്രഹമായിട്ട് തോന്നുന്നു. ഇതിനെല്ലാത്തിനും ഞാൻ ഈശ്വരനോടും എന്റെ പാട്ട് കേൾക്കുന്ന എല്ലാവരോടും നന്ദി പറയുകയാണ്. എന്റെ പാട്ട് ഇങ്ങനെ സ്വീകരിക്കുന്നതിൽ ഒരുപാട് നന്ദി. കുറെ ആരാധകരുണ്ടെന്ന് മനസ്സിലായി. വലിയ ഗിഫ്റ്റ് ഒക്കെ കിട്ടിയിട്ടുണ്ടോ? ഇല്ല, അങ്ങനെ ഗിഫ്റ്റ് ഒന്നും തന്നിട്ടില്ല. ഇല്ല. സ്നേഹത്തിന്റെ ഭാഷയിൽ ഉമ്മയൊക്കെ തരും, കെട്ടിപ്പിടിച്ച് ഉമ്മയൊക്കെ വെച്ചു. പിന്നെ കോഴിക്കോട് ഒരിക്കൽ ഞാൻ ഭക്ഷണം കഴിച്ചോണ്ടിരിക്കുമ്പോ ഒരാൾ വന്നിട്ട് എന്നോട് ചോദിക്കുക, ഞാൻ പേ ചെയ്യട്ടെ എന്നൊക്കെ.
ഞാൻ പറഞ്ഞു എന്തിനാണ് പേ ചെയ്യണത്? അല്ലെ സാറിന് പാട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, സാറിന് കഴിക്കുന്ന ബില്ലൊക്കെ ഞാൻ പേ ചെയ്തോട്ടെ. ഞാൻ പറഞ്ഞു ഒന്നും വേണ്ട, അതിനെന്താ ആവശ്യമില്ല, നമുക്ക് അങ്ങനെ ഒരു കൾച്ചർ ഇല്ലല്ലോ. അപ്പൊ അവർക്ക് അതൊക്കെയാണ് സന്തോഷം, ഗിഫ്റ്റ് എന്തെങ്കിലുമൊക്കെ ചെയ്യണം. അപ്പൊ ഞാൻ ഒന്നും ചെയ്യണ്ട, നമ്മൾ പാട്ട് കേട്ടാൽ മതി, ഇഷ്ടമാണ് കേൾക്കുക, അത്രേ ഉള്ളൂ. 2017 വരെ ചെയ്ത പാട്ടുകൾക്കൊന്നും കണക്ക് വെച്ചിട്ടില്ല എന്ന് പറഞ്ഞു. 2018 മുതൽ ഇനി കുറച്ച് പിടിച്ചിട്ട് ആ പാട്ട് ചെയ്യണമെന്ന് പറഞ്ഞു. കരാർ ഒപ്പിട്ടതും ഇടാൻ പോകുന്നതും ഒക്കെ ഗംഭീര വിജയമായിക്കോട്ടെ. ഇനിയും എനിക്ക് ഗോപിച്ചേട്ടൻ ഇന്റർവ്യൂ ചെയ്യാൻ സാധിക്കട്ടെ. തീർച്ചയായിട്ടും എല്ലാവിധ അനുഗ്രഹങ്ങളും പ്രാർത്ഥനകളും ശാലിനിക്ക് ഇതുപോലെ ഇനി ഒരുപാട് മഹാന്മാരെ ഇന്റർവ്യൂ ചെയ്യാനുള്ള ഭാഗ്യം ഉണ്ടാവട്ടെ. ശാലിനി ഇനി ഒരു കാലത്ത് ഇന്റർവ്യൂ ചെയ്യാനുള്ള ഒരു അവസരം ഉണ്ടാവട്ടെ, ഇതുപോലെ വേറെ ശാലിനികൾ വന്നിട്ട്. താങ്ക് യു സോ മച്ച് ഗോപിച്ചേട്ടൻ, ഇത്ര നേരം സംസാരിച്ചല്ലോ. താങ്ക് യു സോ മച്ച് ശാലിനി. അപ്പൊ അറിയാലോ, ഇനി നമ്മുടെ ചാൻസ് ആണ്. ഈ ഒരു ഇന്റർവ്യൂവിനെ കുറിച്ചുള്ള എന്ത് അഭിപ്രായം ഉണ്ടെങ്കിലും അറിയിക്കേണ്ട വേദി RJ ശാലിനി എന്ന് പറഞ്ഞിട്ട് എനിക്കൊരു ഫേസ്ബുക്ക് പേജ് ഉണ്ട്, SALINI, അതാണ് സ്പെല്ലിംഗ് ട്ടോ. അതില് മെസ്സേജ് ആയിട്ടോ കമന്റ് ആയിട്ടോ എങ്ങനെ വേണമെങ്കിലും വായിക്കാം, റിപ്ലൈ ഒക്കെ കിട്ടുവേ. സോ അടുത്ത ആഴ്ച അടുത്ത ഗസ്റ്റുമായിട്ട് വീണ്ടും കാണാം. ദിസ് ഇസ് മീ ശാലിനി, Club FM Star Jam. ഇവിടെ മാത്രം ടൺ കണക്കിന് ഫൺ.